അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഈ മീറ്റിംഗിൽ കടന്നു വരുക, കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ ദൈവം എനിക്ക് തന്ന ഭാഗ്യ പദവിക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. കേൾക്കാൻ പറ്റുന്നുണ്ട്? ശബ്ദത്തെ ക്ലിയറാണോ? സ്തോത്രം. പ്രത്യേകിച്ച് ഈ മീറ്റിംഗിൽ എന്നെ ക്ഷണിച്ച പ്രിയ ആന്റിയോടുള്ള നന്ദിയെ ഞാൻ അറിയിക്കുന്നു. ഇൻ ഗ്രേസ് പ്രയർ ഫെലോഷിപ്പിൽ പങ്കാളിയാകുവാൻ ദൈവം എനിക്ക് തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. ഇതിന് പിറകിൽ പ്രവർത്തിക്കുന്ന എല്ലാ സഹോദരങ്ങളും ക്രിസ്തീയ വന്ദനത്തെ ഈ പ്രഭാതത്തിൽ അറിയിക്കുന്നു. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. സ്തോത്രം. അല്പനേരത്തെ ചിന്തയ്ക്ക് ആധാരമായ ഒരു വേദഭാഗമായി ദൈവകൃപയെ ശരണപ്പെടുന്നു. യോശുവയുടെ പുസ്തകം, ആമേൻ, സ്തോത്രം, 6-ാം അധ്യായം 1-ാമത്തെ വേദവാക്യം, 1-2 വാക്യങ്ങൾ ചിന്തിച്ച ആ ഭാഗത്ത് നമുക്ക് ആത്മാവിൽ ഇന്ന് രാവിലെ വചന ധ്യാനത്തിലേക്കും ദൈവശബ്ദത്തിലേക്കും തിരിയാം. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. യോശുവയുടെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ ഒരാൾക്ക് ശബ്ദം ഉയർത്തി വായിച്ച് സഹായിക്കാൻ പറ്റുമെന്ന് വായിക്കുക. എന്നാൽ യെരിഹോവിനെ ഇസ്രായേൽ മക്കളുടെ നിമിത്തം അടച്ച് ഉറപ്പാക്കിയിരുന്നു. ആരും പുറത്തിറങ്ങിയില്ല, അകത്ത് കയറിയതുമില്ല. യഹോവ യോശുവയോട് കൽപ്പിച്ചത്, ഞാൻ യെരിഹോവിനെയും അതിന്റെ രാജാവിനെയും യുദ്ധവീരന്മാരായും നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഞങ്ങളിൽ എല്ലാ കണ്ണുകളും ഒരു നിമിഷം കൂടെ അടയ്ക്കാം. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാനൊരു ഒഴിവാക്കി വായിച്ചതേ ഉള്ളൂ. സർവശക്തനായ ദൈവം ഇന്ന് രാവിലെ നമ്മൾ സംസാരിക്കണം. ആഴമേറിയ ദൈവനിയോഗങ്ങളുടെ അകത്തേക്ക് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ കൊണ്ടുപോകട്ടെ. മുടിവിച്ച് ദൈവസഭയിലേക്ക് ഏൽപ്പിക്കട്ടെ. നമ്മുടെ കർത്താവ് ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മൾ എല്ലാവരോടും സംസാരിക്കും. പ്രതീക്ഷയോടെ ദൈവസഭയിലായിരിക്കാം. കർത്താവിന്റെ വലിയ കരം ഇന്ന് രാത്രി വെളിപ്പെടട്ടെ. ഓ റാബ ഹത്തൽ പ്രധാനിയ ശബ്ദൽ കമനകട്ടെ. അതുരേ രകൾ പ്രവാദന ജഗദ്ധനാദി കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് അടുത്തു വരും. ഈ പകലിൽ വിവിധ രാജ്യങ്ങളിൽ വിവിധ ഇടങ്ങളിൽ കർത്താവിൽ സേവിക്കുന്ന, അങ്ങേ ആരാധിക്കുന്നതിന്റെ കുഞ്ഞുങ്ങളുമായി ഒരുമിച്ച് ഈ മീഡിയയിലൂടെ കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിലനിൽക്കുവാൻ ദൈവം ഞങ്ങൾക്ക് തന്ന സാവകാശം. അപ്പ ഞങ്ങളോട് സംസാരിക്കണം. അപ്പായുടെ കൃപ ഇന്ന് രാവിലെ വെളിപ്പെടണം. എല്ലാ തടസ്സങ്ങളെയും ദൈവാത്മാവ് എടുത്തു കളയണം. വൈരികൾ, വെല്ലുവിളികൾ എല്ലാം ഉടയപ്പെടണം. ഏറിയ ദൈവകൃപ ഇന്ന് പകൽ പകർന്നാണ്. നിയോഗം ഇന്ന് പകൽ ചിലതിനെ വെട്ടി തുറക്കുന്ന പകലാകട്ടെ. നിയോഗം ഇന്ന് പകൽ ചിലതിനെ പൊളിക്കുന്ന പകലാകട്ടെ. ഈ യേശുവിൻ നാമത്തിൽ അങ്ങനെ തന്നെ കർത്താവ് ചെയ്തതിന് നന്ദി. യേശുവിൻ നാമത്തിൽ പിതാവേ, ഏമേ ഏമേ ഏമേ. ഹല്ലേലൂയ. പ്രത്യേകിച്ച് ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന പ്രിയാച്ചാൻ, ചെറിയാച്ചാൻ, ആമേന്റെ സ്തോത്രം, പാസ്റ്റർ കർത്താവിന്റെ ദാസൻ, അതുപോലെ മറ്റു പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും എന്റെ സ്നേഹം. അതിന് എന്റെ പേര് സജി സ്റ്റീവൻ എന്നാണ്. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഞാൻ നിങ്ങളുടെ ഈ ഫെലോഷിപ്പില് പങ്കാളിയാകുന്നത്. കർത്താവ് നമ്മെ സഹായിക്കണം. നിങ്ങളുടെ ശുശ്രൂഷിപ്പാൻ എനിക്ക് ദൈവം തന്ന അവസരം ഒരു ഭാഗ്യ പദവിയായി കാണുന്നു. കർത്താവ് നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കപ്പെടട്ടെ. ആമേൻ. യോശുവയുടെ പുസ്തകത്തിലേക്ക് വരാം. യോശുവയുടെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ ഞാൻ പറഞ്ഞതുപോലെ ഈ വാക്യം ഒരു ജസ്റ്റ് ആമേൻ ദൈവശബ്ദമാണ്. എടുക്കുമ്പോ തന്നെ ദൈവ ആലോചന ഇന്ന് രാവിലെ നമ്മളോട് ദൈവം സംസാരിക്കും. വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ആമേൻ. യോശുവയെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ആമേൻ, സ്തോത്രം. ഈ ഭാഗം വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. 6-ാം അധ്യായത്തിന്റെ ചരിത്ര പശ്ചാത്തലം അതിന്റെ 1-2 വാക്യങ്ങൾ വായിക്കും. നമുക്കറിയാം, യഹോവ, സ്തോത്രം, ഇവിടെ വായിക്കുന്നു, എന്നാൽ യെരിഹോവിനെ ഇസ്രായേൽ മക്കളുടെ നിമിത്തം അടച്ച് ഉറപ്പാക്കിയിരുന്നു. ആരും പുറത്തിറങ്ങിയില്ല, അകത്ത് കയറിയതുമില്ല. അവിടെ വായിക്കുന്നു ഇങ്ങനെയാണ്. 2-ാമത്തെ വാക്യം വായിക്കുന്നു, യഹോവ യോശുവയോട് പറയുന്നു, സ്തോത്രം, ഞാൻ യെരിഹോവിനെയും അതിന്റെ രാജാവിനെയും യുദ്ധവീരന്മാരെയും നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കും. കേൾക്കുന്നു. 1-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, സ്തോത്രം, യെരിഹോവിനെ യോശുവ നിമിത്തമാണ് യെരിഹോവിനെ അടയ്ക്കാൻ ഇടയായത്. പക്ഷെ കർത്താവ് പറഞ്ഞു, അവരടയ്ക്കട്ടെ, പക്ഷെ ഞാൻ നിനക്കതിനെ തരും. കേൾക്കുന്നവർ എത്ര പേരുണ്ട്? ആമേൻ, സ്തോത്രം. ഞാൻ ഇവിടെ ഇത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവിലൂടെ കൈമാറിക്കൊണ്ടിരിക്കുന്ന ഒരു ദൈവശബ്ദം എന്ന് വെച്ചാൽ, ചിലരോട് ദൈവം ഇന്ന് പ്രഭാതത്തിൽ സംസാരിക്കുന്നത് ചിലരുടെ പ്രോമിസുകളുടെ
നിവർത്തീകരണങ്ങളിലേക്ക് എത്തപ്പെടുന്ന ഒരു ദിവസമാണ് ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവിനോട് പറയുന്നത്. ആമേൻ, സ്തോത്രം. പ്രോമിസുകളുടെ, അതായത് ആമേൻ, 30 പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവിടെ എഴുതി വെച്ചൊരു വാക്യം, 8-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വേദവാക്യങ്ങൾ എന്നോട് ദൈവം ഇടപെടുന്നു. 8-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ, ആമേൻ, സ്തോത്രം, എന്നോട് ദൈവം ഇടപെടുന്നു. വായിച്ചു. ദൈവം നോഹയെയും അവനോട് കൂടെ പട്ടണത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെയും ഓർത്തു. ദൈവം ഭൂമിയിൽ ഒരു കാറ്റടിപ്പിച്ചു, വെള്ളം നനച്ചു. ആഴിയുടെ ഉറവുകളും ആകാശത്തിന്റെ കിളിവാതിലുകളും അടഞ്ഞു. ആകാശത്ത് നിന്ന് മഴയും നിന്നു. വെള്ളം ഇടവിടാതെ ഭൂമിയിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരുന്നു. 150 ദിവസം കഴിഞ്ഞ ശേഷം വെള്ളം കുറഞ്ഞു തുടങ്ങി. 7-ാം മാസം 17-ാം തീയതി പെട്ടകം അരരാത്ത് പർവ്വതത്തിൽ ഉറച്ചു. 10-ാം മാസം വരെ 4-ാമത്തെ വാക്യം വായിക്കുന്നു. 7-ാം മാസം 14-ാം തീയതി പെട്ടകം അരാരത്ത് പർവ്വതത്തിനകത്ത് ഉറച്ചു. ഹല്ലേലൂയ. പെട്ടകത്തിന്റെ, ആമേൻ, സ്തോത്രം, അവസ്ഥയെ ദൈവാത്മാവ് ഉറപ്പിക്കാൻ പോവുകയാണ്. അത് വായിച്ച ആന്റിയോട് ഞാൻ ആത്മാവിൽ പറയാം, ചിലതിനെ കൊടഞ്ഞു കളയാനുള്ള ദിവസമാണ് കേട്ടോ. ആന്റി വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിനോട് പറയുന്നു, ആന്റി ചിലതിനെ കൊടയാൻ പോവാണ്. യേശുവിന്റെ നാമത്തിൽ ആത്മാവിൽ ചിലതിനെ കൊടഞ്ഞു കളയാൻ പോവുക, രക്തം ചെയ്യമെടുക്കുക. ആമേൻ. ദൈവാത്മാവിനോട് പറയുന്നത്, സ്തോത്രം, പൗലൂസ് മെലീത്തക്കകത്ത് കാര്യം വിട്ടുമ്പം പൗലൂസിന്റെ കയ്യിൽ ഒരു അണലി ചുറ്റി. എന്നാൽ പൗലൂസ് എന്ത് ചെയ്യുന്നറിയാം? ആ അണലിയെ കൊടഞ്ഞ് തീക്കകത്ത് കളഞ്ഞതുപോലെ ഇന്ന് രാവിലെ ദൈവദാസിയുടെ ആത്മാവ് പറയുന്നു, ചിലതിനെ കൊടയാനുള്ള സമയമാണ്. ആമേൻ. ചിലതിനെ കുടഞ്ഞു കളയണം യേശുവിൻ നാമത്തിൽ. തീക്കകത്തേക്ക് കുടഞ്ഞിടുന്നത് പോലെ ആത്മാവിൽ കുടഞ്ഞു കളഞ്ഞ് എഴുന്നേൽക്കാനുള്ള സമയമാണ് ഇന്ന് പകലിൽ പരിശുദ്ധാത്മാ പ്രിയദാസിയോട് ദൈവശബ്ദത്തെ പ്രാരംഭത്തെ കൈമാറുക. നൈമും ജീസസ് ആരാധനയ്ക്കെതിരെയാകട്ടെ, പ്രാർത്ഥനയ്ക്കെതിരെയാകട്ടെ, ആത്മനിയോഗങ്ങൾക്കെതിരെയാകട്ടെ, മാനസിക ഡിപ്രഷനുകൾ ഇട്ടുകൊണ്ടാകട്ടെ, ഏതു നിലയിലും നിങ്ങളോട് പോരാടുന്ന പൈശാചിക മേഖലയെ കുടഞ്ഞു കളയാൻ നമുക്ക് തയ്യാറാണെങ്കിൽ വായി തുറന്ന് ശബ്ദമുയർത്തി അതിന്റെ സാഹചര്യങ്ങൾ അനുകൂലമുള്ള ദൈവമക്കൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ഇന്ന് ഈ പകൽ ദൈവ സാന്നിധ്യം ചിലതിനെ വെട്ടി, ചിലതിനെ തകർത്ത്, ചിലതിനെ ഉടച്ച് ദൈവവചനത്തിന്റെ സ്വാതന്ത്ര്യം നമ്മുടെ മേൽ നൽകുന്നു യേശുവിൻ നാമത്തിൽ. ആന്റിയോട് ദൈവം പറഞ്ഞു, പട്ടണത്തിൽ വ്യാപരിക്കുന്ന അധികാരങ്ങളെ ജയിക്കുന്ന ഒരു അഭിഷേകം. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മേൽ ആ ചലനം വ്യാപരിക്കട്ടെ. നൈം ഓഫ് ജീസസ്. വളരെ പ്രാർത്ഥനയോടെ ഇന്ന് രാവിലെ ആ വെല്ലുവിളികൾ ഇന്ന് രാത്രി ഉടയും. ആ വെല്ലുവിളികൾ ഇന്ന് രാത്രി ഉടയും. എന്നോട് ദൈവം പറയുന്നു, ആ വെല്ലുവിളികൾ ഇന്ന് രാവിലെ ഉടയ്ക്കും ദൈവാത്മാവ്. ഉടച്ചു കളയാൻ പോവുകയാണ്. ദൈവമക്കളോട് ആത്മാവിൽ പറയുന്നു, ദൈവം ഇന്ന് അതിനെ ഉടയ്ക്കാൻ പോവുക. നിങ്ങളോട്, നിങ്ങളുടെ പ്രാർത്ഥനകളോട്, നിങ്ങളുടെ ആത്മബന്ധനങ്ങളോട് പോരാടുന്ന ഇരുട്ടിന്റെ ലോകത്തിന്റെ അധികാരങ്ങൾ ദൈവാത്മാവ് ഇന്ന് ഉടച്ചു കളയുന്ന പകലാണ്. ഘടകം വൈദ ശബ്ദരാതി യേശുവിൻ നാമത്തിൽ അത് ഉടഞ്ഞു മാറണം. വെട്ടി തുറന്നു വരുന്നു. ആത്മാവിൽ വെട്ടി തുറക്കുകയാണ്. ഈ പ്രഭാതത്തിൽ ദൈവാത്മാവ് നിങ്ങൾ ഒരു ജയത്തിന്റെ പ്രഭാതമാക്കി മാറ്റുകയാണ്. ഈ പകൽ നിങ്ങളായിരിക്കുന്ന ദേശത്ത്, നിങ്ങളായിരിക്കുന്ന പട്ടണത്തിൽ, നിങ്ങളായിരിക്കുന്ന ആമേൻ അനുഭവത്തിനകത്ത് നിങ്ങളെ സ്വതന്ത്രമാക്കുന്ന, നിങ്ങളെ സന്തോഷത്തിന്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു അഭിഷേകത്തിലേക്ക് ദൈവം ഇന്ന് രാവിലെ നിങ്ങളെ നയിക്കുന്നത് എനിക്ക് ആത്മാവിൽ അറിയാം. കർത്താവിനോട് പറയുക, ചൂട് കയറിയപ്പോൾ, തീ കത്തിച്ചു തുടങ്ങിയപ്പോൾ മറഞ്ഞിരുന്നത് പുറത്തേക്ക് വന്നു. തീ കത്തി തുടങ്ങിയപ്പോൾ മറഞ്ഞിരുന്നത് ചിലത് പുറത്തേക്ക് വന്നു, കയ്യിൽ ചുറ്റി. എന്നാൽ പൗലോസ് അതിനെ കൊടഞ്ഞ് ആ തീക്കകത്ത് ഇട്ട് കളഞ്ഞു. കർത്താവിനോട് പറയാ, നിന്റെ മേൽ തീ വെളിപ്പെടുമ്പോ മറഞ്ഞു നിൽക്കുന്ന ചിലതിന് ഇരിക്കാൻ പറ്റാതെ പുറത്തു ചാടും. യേശുവിൻ നാമത്തിൽ അതിനെ കൊടയാനാ ദൈവം നിന്നെ വിളിച്ചത്. ഇന്ന് കൊടയണം. എന്നോട് ദൈവം പറഞ്ഞു, കുടഞ്ഞു കളയണം.
എന്നാൽ അത് അടുത്ത മിനിറ്റിൽ നോക്കുന്നത് ആമേൻ അത് ചുറ്റി അതിനെ ആമേൻ കുടഞ്ഞു കളയുമ്പോൾ എനിക്കറിയാം ആ ദൂത് ആമേൻ അത് ചുറ്റിയതാരും ജീവനോടെ ഇരുന്നിട്ടില്ല. ആ പട്ടണത്തിലെ ആളുകൾക്ക് അറിയാം. അവർ സൂക്ഷിച്ചു നോക്കി ഇവൻ രക്തം വാർന്ന് മരിക്കുമെന്നാണ് അവർ ചിന്തിച്ചത്. പക്ഷേ അവിടെ വായിക്കുന്നത് അവർ നോക്കി നിൽക്കുമ്പോൾ അതിന്റെ മുമ്പിൽ പൗലൂസ് ആത്മാവിൽ എഴുന്നേറ്റ് നിൽക്കുവാനിടയായി. ഈ പ്രഭാതത്തിൽ ദൈവം എന്നോട് പറഞ്ഞു, ആമൻ ആരൊക്കെ നോക്കി നിന്നാലും എന്ത് സംഭവിക്കുമെന്ന് വീക്ഷിച്ചാലും എന്നോട് ദൈവാത്മ പറയാൻ പറയുന്നു, ആമൻ കുടയാൻ ദൈവം നിയോഗം തന്നിട്ടുണ്ടെങ്കിൽ രക്തം ജയമെടുക്കുക. കുടയാൻ ദൈവം നിയോഗം തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ മുമ്പിൽ ജയിച്ച് മുന്നോട്ട് പോകാനും കൂടെ ദൈവം നിയോഗം തന്നിട്ടുണ്ട്. എത്ര പേർക്ക് രാവിലെ ഞാൻ പറഞ്ഞ ദൂതിന്റെ ആഴം മനസ്സിലാകിയിട്ടുണ്ട്. ചുമ്മാ കുടയുകയല്ല, ആമൻ കുടഞ്ഞിട്ട് അതിന്റെ നടുവിൽ ഏത് പട്ടണത്തിന്റെ മുമ്പിൽ, ഏത് ദേശത്തിന്റെ മുമ്പിൽ, ഏത് ഭവനത്തിന്റെ മുമ്പിൽ, ഏത് സാഹചര്യങ്ങളുടെ നടുവിൽ നിങ്ങൾ ആയിരിക്കുന്നു, അതേ സാഹചര്യങ്ങളുടെ നടുവിൽ ജയത്തിന്റെ ഒരു ദൈവം. കേട്ടില്ല. ജയത്തിന്റെ ദൈവമാണ് എന്റെ ദൈവം. ഞാൻ എന്റെ അനുഭവത്തിൽ നിന്ന് പറയാം, ജയത്തിന്റെ ഒരു ദൈവം ആമേൻ ഇന്ന് രാവിലെ നിങ്ങൾക്ക് വേണ്ടി ഉണ്ട്. ഷൈനിങ് ജോർജ് ഇന്ന് രാത്രി ആ ദൂതിനെ ആത്മാവിൽ സ്വാഗതം ചെയ്യുക. ജയത്തിന്റെ ദൈവമാണെങ്കിൽ ആ ദൂതികൻ പറയുന്നു, അവന്റെ പെട്ടകത്തെ അരാരത്തിൽ ഉറപ്പിച്ച ദൈവം. പെട്ടകത്തെ അരാരത്തിൽ ഉറപ്പിച്ച ദൈവം. പ്രിയദാസിയോട് പറയുന്നു, നിന്റെ വായ്ദത്തങ്ങളെ ഉറപ്പിക്കുക, വായ്ദത്തങ്ങളെ ഉറപ്പിക്കുക, വായ്ദത്തങ്ങളെ ഉറപ്പിക്കുക. അതുരകാരം വൈദപ്രവാദനം ന്യായം ജീവിതം. ആ ഭാഗം ഇങ്ങനെ വായിക്കുന്നു, ദൈവം നോഹയെയും അവനോട് കൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും ഓർത്തു. ആമേൻ. അടുത്ത വാക്യം, ഒരു കാറ്റടിപ്പിച്ചു, വെള്ളം നിലച്ചു, ആഴിയുടെ ഉറവുകളും ആകാശത്തിന്റെ കിളിവാതിലുകളും അടഞ്ഞു. ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവം നോഹയെയും അവനോടുകൂടെ പെട്ടകത്തിലുള്ള സകലതിനെയും. പ്രിയരെ, ഇന്ന് രാവിലെ ഈ ദൈവം എത്ര കരുണയുള്ള ദൈവമാണെന്നറിയാമോ? കരുണയുടെ ദൈവമാണ് നമ്മുടെ ദൈവം. അവൻ ഗ്രേസ് പകരുന്ന ദൈവമാണ്. ആ ദൈവത്തെയാണ് നമ്മൾ ഇന്ന് സേവിക്കുന്നത്. അവൻ വചനം പറയുന്നു, ആ തലമുറയിൽ വളരെ പ്രത്യേകതയുള്ള സ്പെഷ്യൽ മനുഷ്യനായിരുന്നു ഈ നോഹ. അതിന്റെ 6, അതിന്റെ 8, 7 വാക്യങ്ങൾ വായിക്കുമ്പോൾ മനുഷ്യൻ പാപത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം പറഞ്ഞു, നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. നോഹയുടെ 3 പ്രത്യേകതകൾ അവിടെ വായിക്കുന്നുണ്ട്. ഒന്ന്, നോഹ ആ തലമുറയിൽ ഒരു നീതിമാനായിരുന്നു, രക്തത്താൽ ജയം. 2, നോഹ ആ തലമുറയിൽ നിഷ്കളങ്കനായൊരു മനുഷ്യനായിരുന്നു, തീർന്നില്ല. 3, നോഹ ആ തലമുറയിൽ അവൻ ദൈവത്തോട് കൂടെ നടന്നൊരു മനുഷ്യൻ. സ്തോത്രം. 3 പ്രത്യേകതകളാ നോഹയുടെ പ്രത്യേകതകൾ. അവൻ 1, നോഹ നീതിമാനായിരുന്നു. ഇന്ന് ഞാൻ പറയട്ടെ, പുതിയ നിയമ വിശ്വാസി, പുതിയ നിയമ ദൈവത്തിന്റെ പൈതലെ, നമ്മളുടെ നീതിയല്ല, ക്രിസ്തുവിന്റെ നീതി. ക്രിസ്തുവിന്റെ നീതി വഹിക്കാനാ ദൈവം നമ്മെ വിളിച്ചത്. ക്രിസ്തുവിന്റെ നീതി ചുമക്കാനാ ദൈവം നമ്മെ വിളിച്ചത്. ക്രിസ്തുവിന്റെ നീതി അത് സകല മേഖലയിലും നമ്മെ ജയത്തോടെ നിർത്തുന്ന നീതിയാണ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. ക്രിസ്തുവിന്റെ നീതിയാണ് നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രതിസന്ധികളല്ല, നിങ്ങളുടെ പ്രതികൂലങ്ങളല്ല, നിങ്ങളുടെ പ്രശ്നങ്ങളല്ല, സ്തോത്രം, ആ നീതി നിങ്ങളെ ജയത്തിലേക്ക് കൊണ്ടുവരും. നീതി, സ്തോത്രം, നമ്മളെ ജയത്തിലേക്ക് കൊണ്ടുവരും. ഹല്ലേലൂയ. നീതി ഹാറാമശതന നമ്മളെ ജയത്തിലേക്ക് കൊണ്ടുവരും. നാം ബലഹീനരാണ്, പക്ഷെ നമ്മുടെ ദൈവത്തിന്റെ നീതി നമ്മളെ ശക്തീകരിപ്പാനിടയാകും. നൈമം ജീസസ്. ഇന്ന് രാവിലെ ഞാൻ ചിലരോട് ആത്മാവിൽ കൈമാറുന്നു, നിങ്ങളുടെ അകത്തിരിക്കുന്നത് അങ്ങനൊരു നീതിയാണ്. കാൽവറിയിൽ നിങ്ങൾക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തം വരെ ഒഴുക്കി നിങ്ങൾക്ക് വേണ്ടി പ്രാണനെ തന്നവന്റെ നീതിയാണ് നിങ്ങൾ ചുമക്കുന്നതെങ്കിൽ ഞാൻ ആത്മാവിൽ നിങ്ങളോട് കൈമാറുന്നു, ആ നീതി ഇന്ന് ചില മേഖലകളെ ജയിപ്പാനിടയാണ്. യെസ് ലോർഡ്, യെസ് ലോർഡ്. ആ നീതിയാണ് മകൾ സാധാന്യ അധികാരങ്ങളെ തകർത്തി കളഞ്ഞത്. ആ നീതിയാണ് രോഗങ്ങളെ സൗഖ്യമാക്കിയത്. ആ നീതിയാണ് ബന്ധനങ്ങളെ പൊളിച്ചു കളഞ്ഞത്. ആ നീതി നിങ്ങളെ ഇന്ന് രാവിലെ തൊടാൻ പോവുകയാണ് യേശുവിന്റെ നാമത്തിൽ. അർദ്ധമരക ശതനഘടകന. നോഹയുടെ തലമുറയിൽ നോഹ നീതിമാനായിരുന്നു. പുതിയ ദൈവ തലമുറയിൽ നാം നീതിമാനാകിയതല്ല, ദൈവം നമ്മെ നീതിമാനാക്കിയതാണ്. ആ നീതിമാനാക്കിയ ദൈവനീതി ഇന്ന് പകൽ നമ്മുടെ ജീവിതത്തിനകത്ത് തൊടുന്നുണ്ടെങ്കിൽ ഓർക്കുക, അവിടെ നിന്നെ വിധിക്കാൻ, ജഡ്ജ് ചെയ്യാൻ ഒരു പിശാചിനും അനുവാദമില്ല.
അവിടെ നിന്ന് വിധിക്കാൻ ഇരുട്ടിന്റെ ലോകത്തിന് അധികാരമില്ല. കാരണം നിന്റെ മേലുള്ളത് സ്വാതന്ത്ര്യത്തിന്റെ നീതിയാ. ഗ്രേസ്യബ്രഹാമാണ് അക്കൗണ്ടിനോട് ആത്മാവ് ഞാൻ ദൂത് പറഞ്ഞു, ഒരു പിശാചിനും നിങ്ങളോട് വിധി കൽപ്പിക്കാൻ അനുവാദമില്ല. ഇന്ന് മകൻ പറയണം, ഞാൻ യേശുവിന്റെ നീതിയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് പിശാചെ, നിനക്ക് എന്റെ കുടുംബത്തിൽ ഒരു സ്ഥാനമില്ല, നിനക്ക് എന്റെ വീട്ടിൽ സ്ഥാനമില്ല, എനിക്ക് എന്റെ ആത്മീയ ജീവിതത്തിൽ നിനക്ക് സ്ഥാനമില്ല. എന്നെ അവൻ നിലനിർത്തിയത് ദൈവത്തിന്റെ നീതിയാണ്. യെസ്, ആ നീതിയിലാണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ട് ഇന്ന് എന്നെ മാനിക്കാൻ ആ നീതിക്ക് കഴിയും, ആ നീതിക്ക് എന്നെ ഉയർത്താൻ കഴിയും, ആ നീതിക്ക് എന്നെ മാനിക്കാൻ കഴിയും. ഇന്ന് മകൻ ആത്മാവ് ഞാൻ കൈമാറുന്നു. അങ്ങനെ ഒരു നീതി ഇതിനകത്തുനിന്ന് രാവിലെ ചലിക്കട്ടെ. യേശുവിൻ നാമത്തിൽ ചലിച്ചിറങ്ങട്ടെ. വായി തുറന്ന് പ്രാർത്ഥിച്ചു തുടങ്ങ്. ശക്തമേറിയ ദൈവനിയോഗം ഇതിനകത്ത് കത്ത് തുടങ്ങട്ടെ. റാംശകേ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ നടുവിൽ ദൈവകൃപയുടെ ആഴം ഇതിനകത്ത് ഇന്ന് രാത്രി ശക്തിയോടെ ചലിച്ചു തുടങ്ങട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആദരം മൗനജാല കെട്ടി എന്റെ അതിർവരമ്പുകളും പൊളിഞ്ഞു മാറട്ടെ. പോലികൾ പൈശാചിക മേഖലയുടെ അതിർവരമ്പുകൾ വെട്ടിക്കളയുന്ന ദൈവിക അധികാരം ഇന്ന് രാവിലെ ഉണ്ടാകട്ടെ. അവിടെ വായിക്കുന്ന നോഹയുടെ മേൽ ആ നീതി വെളിപ്പെടുത്തും. നീതിയുടെ പ്രത്യേകത അത് വേർതിരിവാണ്. ആരോടോ ദൈവം പറഞ്ഞു, നീതി വന്നാൽ നീ വേർതിരിക്കപ്പെടും. ഓ, യേശുവിന്റെ നാമത്തിൽ നീതിയാണ് നോഹയെ വേർതിരിച്ചത്. നീതിയിൽ നടന്നവൻ ദൈവകൃപയ്ക്കകത്തേക്ക് കാലെടുത്ത് വെക്കുമ്പോ തമ്പുരാൻ പറഞ്ഞു, നീ ഒരു പെട്ടകം പണിയണം. അച്ഛാ, ഞാൻ ഈ ഇതിനകത്തോട്ട് കയറി ഞാൻ ഇരുന്നപ്പോ രാവിലെ ഞാനൊരു സ്തോത്രം 4:30 ആയപ്പോഴത്തേന് എഴുന്നേറ്റ്. 4:30 ആയി എഴുന്നേറ്റ് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ സ്തോത്രം, ഞാൻ ഈ മീറ്റിംഗിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഇവിടെ ഇങ്ങനെ ഫലപ്രദമായ ക്രൈസിസുകൾ സ്തോത്രം ഇങ്ങനെ വരുമ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ദൈവം എന്നോട് പറഞ്ഞൊരു ദൂതാണ്, നോഹയോട് ദൈവം പറയാ, നീ ഒരു പെട്ടകം പണിയണമെന്ന്. ഞാൻ ഇന്ന് രാവിലെ ആത്മാവ് ഞാൻ കൈമാറുകയാണ്. നീതിക്കകത്ത് നിൽക്കുന്നവന്റെ മേൽ കൃപ ചലിക്കപ്പെട്ടു. കൃപ ചലിച്ചിട്ട് അവനോട് പറഞ്ഞു, ആർക്കും ചെയ്യാൻ കഴിയാത്തൊരു കാര്യം ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്. അത് സ്തോത്രം ഒരു നിയോഗത്തിന്റെ പെട്ടകം നീ പണിയണം. ആമേൻ. അവിടെ ആരും അതുവരെയും മഴ കണ്ടിട്ടില്ല, അവിടെ ആരും ഇതുവരെയും ആമേൻ വെള്ളം എന്തെന്നറിയില്ല. അവർ മഞ്ഞ് കണ്ടാ ജീവിച്ച് ആ തലമുറയിൽ നോഹയോട് ദൈവം പറയുന്നു, നീ ഒരു പെട്ടകം പണിയണം. ആമേൻ. അത് നീതിയിൽ വസിക്കുന്നവന്റെ മേൽ വീണ കൃപയാണെങ്കിൽ ആമേൻ. അച്ഛനോട് കർത്താവ് പറയുന്നു, നീതിക്കകത്ത് നിൽക്കുന്നവൻ ചെയ്യുന്ന കാര്യങ്ങൾ സാധാരണ കാര്യമായിരിക്കത്തില്ല. കേൾക്കുന്നു? സാധാരണ ഒരു വ്യക്തിയായിരിക്കത്തില്ല. നീതിയിൽ നിൽക്കുന്നവന്റെ മേൽ വീഴുന്ന കൃപ സാധാരണമായ നിയോഗങ്ങളുടെ അകത്തേക്ക് കയറാനാണ് ദൈവം നമ്മെ വിളിച്ചത്. യേശുവിൻ നാമത്തിൽ എല്ലാവരും ചെയ്യുന്നത് പോലെ, എല്ലാവരും പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കാനല്ല ദൈവം നമ്മെ വിളിച്ചത്. ദൈവനീതിക്കകത്ത് നിൽക്കുന്നവൻ അവന്റെ മേലൊരു വ്യത്യസ്തതയുണ്ട്. ഞാൻ ഇന്ന് രാവിലെ അജാനോട് സംസാരിച്ചുകൊണ്ടിരിക്കും. ദൈവാത്മാവനോട് പറയുന്നത്, ഒരിക്കൽ പൗലോസ് എന്ന് പറയുന്ന ദൈവമനുഷ്യനോട് ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്. ആ ദൈവം പറഞ്ഞ കാര്യം എങ്ങനെയാ, നീ ആമൻ സ്തോത്രം എന്നെ പ്രസംഗിക്കുമെന്നൊക്കെ പറയുമ്പം ആമൻ പൗലോസ് എന്ന് പറയുന്ന മനുഷ്യൻ ഇസ്രായേൽ സഭയുടെ അടുത്ത് നിന്ന് വേർപെട്ടിട്ട് മരുഭൂമിയിലേക്ക് ആമേൻ അറബ്യൻ മരുഭൂമിക്കകത്തേക്ക് ഇറങ്ങിപ്പോകുന്ന ഒരു ഭാഗം ദൈവം അവനോട് പറഞ്ഞു. ഗലാത്യ ലേഖനത്തിലാണ് ആ ഭാഗം ഉണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നത്. അവിടെ പോയിട്ട് 3 വർഷങ്ങൾ അല്ലാതെ മരുഭൂമിക്കകത്ത് നിന്ന് മടങ്ങി വരുമ്പോൾ യേശുവിൻ നാമത്തിൽ പൗലോസ് എന്ന് പറയുന്ന മനുഷ്യനായി വരികയാണ്. അവിടോട്ട് പോയപ്പോൾ ശൗലായിരുന്നു, പക്ഷെ തിരിച്ചു വന്നപ്പോൾ പൗലോസ് ആയിരുന്നു. ആ പൗലോസിന് പറയാൻ പറ്റുന്ന ഒന്ന്, പത്രോസിന്റെ നല്ല ഞാൻ പ്രാപിച്ചത്, എനിക്കറിയത്തില്ല കേട്ടോ, ദൈവം എന്നോട് പറയുന്നു, പത്രോസിന്റെ നല്ല ഞാൻ പ്രാപിച്ചത്, ആമൻ സ്തോത്രം, ആമൻ യേശുവിന്റെ കൂടെ നടന്ന ഒരു ശിഷ്യന്മാരുടെ കയ്യിൽ നിന്നല്ല ഞാൻ പ്രാപിച്ചത്, ഞാൻ ദൈവത്തിന് നേരിട്ട് പ്രാപിച്ചതാണ്. വ്യക്തം ചെയ്യാമെടുക്കുക. യേശുവിൻ നാമത്തിൽ കൃപ വെട്ടി തുറക്കട്ടെ. ആമേൻ. ദൈവത്തിന് വന്ന ആ പൗലോസ് മരുഭൂമിയിൽ നിന്ന് കയറി വരുമ്പോൾ പൗലോസ് കൊരിന്ത്യ സഭയോടൊരു കാര്യം പറഞ്ഞു, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും, കേട്ടില്ല, കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിച്ചു തരികയും ചെയ്തത്. അതിന്റെ അർത്ഥം അവൻ ഒരു ശിഷ്യന്മാരും കൈമാറിയ അഭിഷേകമല്ല, നേരിട്ട് കൈമാറിയ അഭിഷേകം. ഓ, എത്ര പേര് ആമേൻ പറയും? ഇത് ഞാൻ പറയുമ്പോൾ തന്നെ ചിലന്റെ മേൽ ശക്തമേറിയ ആത്മനിയോഗം ചലിക്കുന്നത് എനിക്ക് ആത്മാവിൽ അറിയാം. അവൻ മരുഭൂമിക്കകത്തേക്ക് പോയിട്ട് കയറി വന്നപ്പോൾ ആളുമാറിയവരെ പോലെയാണ് വന്നതെങ്കിൽ ഇന്ന് രാവിലെ ദൈവം പറയുന്നു, നിങ്ങളെ വേർതിരിച്ച്
നിങ്ങളെ നിലനിർത്തി നിങ്ങളെ അസാധാരണ വ്യക്തിയാക്കി മാറ്റുന്നത് നിങ്ങൾ മറ്റുള്ളവരുടെ അടുപ്പം നിന്ന് പ്രാപിച്ചതിനേക്കാൾ നിങ്ങൾ നേരിട്ട് ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നതായി. യേശുവിൻ നാമത്തിൽ എല്ലാവരും പറഞ്ഞു നീ അപ്പോസ്തലനല്ല, നിനക്കതിനുള്ള അർഹതയില്ല. എന്നാൽ പൗലോസ് പറഞ്ഞൊരു കാര്യം അവിടെ എന്നെ ചിന്തിപ്പിക്കുകയാണ്. അപ്പോസ്തലന്റെ നടുവിൽ അവൻ ഏറ്റവും ചെറിയവനെന്ന് പറയുമ്പോൾ തന്നെ അവൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട ആത്മനിയോഗം. ഇന്ന് രാവിലെ ലോകം ഫലം പറയട്ടച്ച, ലോകം ഫലം കൽപ്പിക്കട്ടെ, പക്ഷെ അകത്ത് വസിക്കുന്നവനെ കുറിച്ചുള്ള ധാരണയാണ് ഞാൻ കണ്ടത്, ആരെ വിശ്വസിച്ച് ഞാൻ അറിയുമെന്ന് പറയുന്ന ആ ഒരു ആത്മനിയോഗമാണ് ഇന്ന് രാവിലെ ചേർന്ന വെട്ടി തുറക്കാൻ നിങ്ങളെ വിരോധപ്പെടുത്തുക. കർത്താവിനോട് പറയാ, ദൈവം ഈ തലമുറയിൽ നിങ്ങളോട് പറയുന്നത് അവൻ സഭകളോടുള്ള ദൂത് പറയാൻ, ദൈവദാസന്മാരോട് ദൂത് പറയാനും ചെയ്യും. കർത്താവിന്റെ മഹത്വം എനിക്കറിയില്ല. ദൈവം എന്നോട് പറയുന്നു, ദൈവത്തിന്റെ അഭിഷിക്തന്മാരോട്, സഭകളോട് ആ കാലഘട്ടത്തിന്റെ ദൈവശബ്ദത്തെ പറയാൻ കർത്താവ് പ്രിയ ദശാനെ കാണുകയാണ്. ദൈവം എന്നോട് പറയുന്നു, അതെ, അവന്റെ വാക്കുകളെ ചുമക്കുന്ന ആത്മനിയോഗത്തിനായി ഒരുങ്ങുക. യേശുവിൻ നാമത്തിൽ. അത് സാധാരണ കോളിംഗ് അല്ല, അസാധാരണമായ ദൈവിക സ്പെഷ്യൽ കോളിംഗ് ആണ്. ആ കോളിംഗ് അത് ദൈവത്തിൽ നിന്ന് നേരിട്ട് ലഭിക്കേണ്ട ഒന്നാണ്. ഇന്ന് രാവിലെ ഒരു അഭിഷേകത്തിൽ നിന്ന് മറ്റൊരു അഭിഷേകം പകരുന്നത് പോലെ അല്ല. അതിന്റെ പ്രത്യേകത അങ്ങനെയുള്ളവരെ തകർക്കാൻ ആർക്കും കഴിയുകയില്ല. കാരണം അവൻ ദൈവത്തിന്റെ മുമ്പിൽ ദൈവമാണ് അവന്റെ മുമ്പിൽ നിൽക്കുന്നത്. യേശുവിൻ നാമത്തിൽ ഇന്ന് രാവിലെ എന്നോട് ദൈവം പറയുന്നു, മരുഭൂമിക്കകത്തുനിന്ന് പൗലോസ് മടങ്ങി വരുമ്പോൾ അവൻ സാധാരണ മനുഷ്യനായിട്ടല്ല മടങ്ങി വന്നത്, അവൻ ആത്മമണ്ഡലത്തിൽ കയറി വന്നതുപോലെ ഇന്ന് രാവിലെ ഞാൻ ആത്മാവിൽ പറയുന്നു, നിങ്ങളെ രൂപാന്തരപ്പെടുത്തിയത് ഈ അഭിഷേകമാണ്. കേട്ടില്ല, നിങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന ഈ അഭിഷേകമാണ്. ഒരുത്തന്റെ മേൽ അഭിഷേകം വീണ് കഴിഞ്ഞാൽ, ഒരുത്തന്റെ മേൽ ദൈവശക്തി വീണ് കഴിഞ്ഞാൽ പിന്നെ പഴയതുപോലെ അവന് ജീവിക്കാൻ പറ്റുകയില്ല, പിന്നെ പഴയതുപോലെ അവന് നടക്കാൻ പറ്റുകയില്ല, പിന്നെ പഴയതുപോലെ അവന് സംസാരിക്കാൻ പറ്റുകയില്ല, പിന്നെ പഴയതുപോലെ അവന് ചലിക്കാൻ പറ്റുകയില്ല. ഇന്ന് പകൽ ആത്മാവെന്ന് പറയുന്നത് നിന്നോട് കൺട്രോൾ ചെയ്യുന്ന ഒരു അഭിഷേകം, നിങ്ങളെ കൺട്രോൾ ചെയ്യുന്ന ഒരു അഭിഷേകമുണ്ട്. 16 വയസ്സ് വരെ ജീവിതത്തിൽ സ്തോത്രം ലോകത്തിന്റെ ഇഷ്ടത്തിൽ നടന്നൊരു മനുഷ്യനാണ് ഞാൻ. 16-ാമത്തെ വയസ്സിൽ യേശുവിനെ കണ്ടെത്തുക ദൈവം എനിക്ക് ഭാഗ്യം തന്നു. എനിക്കറിയില്ല, ഇന്ന് രാവിലെ ആത്മാവിനകത്ത് ചിലരോട് സംസാരിക്കുന്ന എനിക്കറിയാം. 16-ാമത്തെ വയസ്സിൽ യേശുവിനെ സാക്ഷീകരിപ്പാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. 21-ാമത്തെ വയസ്സിൽ നോർത്ത് മലബാറിലേക്ക് കർത്താവിന്റെ വേലയുമായി കടന്നു പോകാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. നീണ്ട 12 വർഷങ്ങൾ ദൈവസഭയോടുള്ള ബന്ധത്തിൽ കർത്താവിന്റെ പൈനിയർ വർക്കായിട്ട് ദൈവം എന്നെ അയച്ചു. വളരെ വെല്ലുവിളികൾ നിറഞ്ഞ മലബാറിന്റെ മണ്ണിലേക്ക് 16, 17, 21-ാമത്തെ വയസ്സിലേക്ക് ഞാൻ കാല് ചവിട്ടുമ്പോൾ ഇന്ന് രാവിലെ എന്റെ അനുഭവത്തിൽ ഞാൻ വിളിച്ചു പറയാം, ദീർഘവർഷങ്ങൾ ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി ഗ്രാമങ്ങൾ, ദേശങ്ങൾ ചവിട്ടി നടക്കുമ്പോൾ ഒരു കാര്യം ഞാൻ പറയാം, അഭിഷേകമുള്ളവനെ തകർക്കാൻ ആർക്കും കഴിയുകയില്ല. ആ ദൂതിന്റെ രാവിലെ ചെറിയാച്ചനെ നോക്കി ആത്മാവിൽ കൈമാറുക. അഭിഷേകമുള്ളവനെ തകർക്കാൻ പലരും നോക്കും, പക്ഷെ നടക്കത്തില്ല. അഗർഭമാന സന്തരാദിയ യേശുവിൻ നാമത്തിൽ അഭിഷേകമുള്ളവനെ ഉടയ്ക്കാൻ ആർക്കും കഴിയില്ല. കാരണം ഇത് ഉയരത്തിലെ അഭിഷേകമാണ്, ഇത് ഉയരത്തിലെ ശക്തിയാണ്. യേശുവിൻ നാമത്തിൽ ദിവ്യഗോസിന്റെ രാവിലെ ആ ദൂതിനാമം പറ, ഉയരത്തിലെ അഭിഷേകമുള്ളവനെ തൊടാൻ ആർക്കും കഴിയുകയില്ല. എന്നോട് അന്ന് പറഞ്ഞു, നീ പരാജയപ്പെടും, നീ അകത്തു പോകും. മതപരമായ രാഷ്ട്രീയപരമായ മണ്ഡലത്തിലേക്ക് നീ പോകുന്നേ. പലരും എന്റെ കൂടെ വന്നവർ അവിടെ നിന്ന് വിട്ടുപോയി എന്ന് ഞാൻ ഒരു കാര്യം പറയാം. സുവിശേഷ വിരോധികൾ അന്ന് ആ സമയത്ത് എന്റെ ചെറിയ പ്രായത്തിൽ എന്നെ ആക്രമിക്കുമ്പോഴും അവിടെ നിലനിർത്തിയ ഒരു അഭിഷേകം എനിക്കറിയാം. ചുമ്മാ വന്നിട്ട് ഇന്നലെ കയറി വന്നിട്ട് പ്രസംഗിച്ച ഒരാളല്ല ഞാന്. ഇന്ന് പകൽ ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ, ആത്മാവ് നിങ്ങളോട് ദൈവശബ്ദം കൈമാറുന്നുണ്ടെങ്കിൽ, ചെറിയ പ്രായത്തിൽ യേശുവിനെ അറിഞ്ഞ് ഒത്തിരി അഭിഷിക്തന്മാരുടെ കൂടെ നിന്ന് ശിഷ്യനായി നിന്നിട്ട് തന്നെ എന്ന് പ്രസംഗിക്കുന്നേ. അതുകൊണ്ട് ആത്മാവ് ഞാൻ കൈമാറുന്നു. ദൈവം ഒരുത്തനെ അഭിഷേകം ചെയ്താൽ അവനെ ഉടയ്ക്കാൻ ഈ ലോകത്തിലെ ഒരു കള്ള പ്രവാചകനും കഴിയില്ല. അവനെ ഉടയ്ക്കാൻ ഒരു അധർമ്മ വ്യാപാരത്തിനും കഴിയില്ല. ഒരു ചോദ്യത്തിന് മുമ്പിൽ നിന്നെ ഓർക്കുന്നതല്ല, അഭിഷേകത്തിന് അതിനകത്ത് നിന്നെ പുറത്തു കൊണ്ടുവരുന്നതാണ്.
ആ ദൂത് ഇന്ന് രാവിലെ കൈമാറാം. കേച്ചാ ഞാനിങ്ങനെ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, ഇനി ഏതെല്ലാം വലിയ പുള്ളികൾ നോക്കിയാൽ സ്വോത്രം എന്നോട് എനിക്കറിയില്ല, കർത്താവ് എന്നോട് അങ്ങനെ പറഞ്ഞു. ഇനി ആരൊക്കെ ഇത് ചോദ്യം ചെയ്താലും അവൻ ദൈവം എന്നോട് പറയുന്നു, അവൻ ദൈവ അഭിഷേകം ചെയ്തവനെ ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പൗലൂസ് മരുഭൂമി കയറുന്ന പുള്ളി പറയും ആരും കൈവിട്ടില്ല. പൗലൂസ് അഭിഷേകം പ്രാപിച്ചു. അവർക്ക് അറിയേണ്ടത് അതാണ്. യേശുവിന്റെ നാമത്തിൽ ഞാൻ ആത്മാവിൽ പറയുന്നു, പൗലൂസിന്റെ പ്രത്യക്ഷത ദൈവത്തിന് നേരിട്ടാണ്. നമ്മെ വിളിച്ചത് യേശുവാകും. അതുകൊണ്ട് അച്ഛനോട് ഞാൻ പറയും, ലോകത്തെ നോക്കല്ലേ. ആമേൻ. വലിയ പ്രവാചകന്മാരെ നോക്കരുത്, വലിയ റെവറൻഡുമാരെ നോക്കരുത്. നിങ്ങൾ റെവറൻഡാണോ ഡോക്ടറാണോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം പറയുന്നു, നിയോഗത്തിന് സംസാരിക്കുകയാണ്. ആമേൻ. നമ്മൾ ഗ്രേസിനകത്ത് സ്തോത്രം, ഗ്രേസ് എന്ന പേരില്ലാൻ്റെ സ്തോത്രം, നമ്മൾ അഭിഷേകത്തിനകത്ത് വിളിക്കപ്പെട്ട തലമുറയാണ്. ഈ തലമുറയിൽ കൃപയാണ് നമ്മെ നയിക്കുന്നത്. ഈ തലമുറയിൽ ദൈവം ഒരുത്തനെ നീതീകരിച്ചാൽ, ആമേൻ, ദൈവത്തിന്റെ നീതി ഒരു മനുഷ്യന്റെ മേൽ വീണാൽ പിന്നെ അവൻ അവിടെ എക്സ്പീരിയൻസ് അല്ല കേട്ടോ, അവിടെ അതിന് സ്ഥാനമില്ല. ചിലർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ വിശ്വസിക്കട്ടെ. എന്നോട് പിണങ്ങല്ലേ പാസ്റ്റർമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അമ്മേ ഞാൻ ബഹുമാനിക്കുന്നു. അമ്മേ എക്സ്പീരിയൻസ് നല്ലതാ, വേണം, സ്തോത്രം. പക്ഷേ ദൈവത്താൽ പ്രയോജനപ്പെടുന്നത് എക്സ്പീരിയൻസ് അല്ല, അത് ദൈവവും തമ്മിലുള്ള ബന്ധമാണ്. എനിക്കത് മനസ്സിലായത് അതാണ്. എക്സ്പീരിയൻസിൽ എത്ര പേര് ആമേൻ സ്തോത്രം കൂലിപ്പണിക്ക് പോയവരെ എനിക്കറിയാം. കോവിഡ് സമയത്ത് ഒത്തിരി പേര് പോയവരെ എനിക്കറിയാം. ഇന്നും പോകുന്നുണ്ട്. പ്രതിസന്ധികൾ വരുമ്പോൾ കുറ്റം പറഞ്ഞ് കർത്താവിന്റെ നാമത്തെ തള്ളി പറഞ്ഞ് ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ളവരുണ്ട്, മടുത്തു പോയവരുണ്ട്. പക്ഷേ ബന്ധമുള്ളവർ മടുക്കുകയില്ല. നിങ്ങൾ കേൾക്കുന്ന എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല. ഇന്ന് പകൽ ദൈവം ചിലരോട് പറഞ്ഞു, നിങ്ങളെ ചിലത് പണിയാനാണ് ദൈവം വിളിച്ചത്, ദൈവം നിങ്ങളെ നിലനിൽക്കാനാണ് വിളിച്ചത്. അതുകൊണ്ട് ആത്മാവിനോട് കൈമാറുന്നു. ബന്ധമുള്ളവന് പ്രതിസന്ധി വിഷയമല്ല. വീണാജയാൻ ഈ ബന്ധമുള്ളവന് പ്രതിസന്ധി വിഷയമല്ല. അവന് പ്രതികൂലങ്ങളല്ല അവൻ നോക്കുന്നത്. ആമേൻ. അവൻ വിഷയങ്ങളെയല്ല നോക്കുന്നത്. വിഷയത്തിനപ്പുറം ഒരു അത്ഭുതം ഉണ്ടെന്ന് അവൻ അറിയാം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ ദിവസങ്ങൾ ദൈവം എന്നോട് പറയുന്നു, നിങ്ങളുടെ മേലൊരു എൻകൗണ്ടറിന്റെ ടൈമാണ്. ആ വാഗ്ദത്തം മുറുകെ പിടിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. എന്നോട് ദൈവാത്മ പറയുന്നു, അതേ എൻകൗണ്ടറിനകത്തേക്ക് അസാധാരണമായ അതോറിറ്റിയെ കൈമാറുന്ന ഒരു ആത്മനിയോഗത്തെ ദൈവം എന്നോട് പറയുന്നു. ഹല്ലേലൂയ. പലരും തോറ്റ പട്ടണത്തിൽ നിന്നെ ജയിക്കാനാണ് വിളിച്ചത്. നിങ്ങൾ എനിക്കറിയില്ല അതിനെ കുറിച്ച് ആകത്തിലൊന്നും. അവൻ ദൈവം എന്നോട് പറഞ്ഞത്, പലരും തോറ്റ പട്ടണത്തിൽ ജയിക്കാൻ ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നു. യേശുവിൻ നാമത്തിൽ പരാജയപ്പെട്ടവർ നമ്മുടെ മുമ്പിലുണ്ട്. ഒത്തിരി പേർ മണ്ണടിഞ്ഞു പോയൊരു മണ്ണിൽ, എനിക്കറിയില്ല അതുകൊണ്ട് എന്താ അങ്ങനെ പറയുന്നു, ഒരുപാട് പേരെ കൊന്നുകളഞ്ഞ, ഒരുപാട് പേരെ കൃപയിൽ നിന്ന് തകർത്ത് കളഞ്ഞൊരു പട്ടണത്തിനകത്ത് ദൈവം നിങ്ങളെ നിലനിർത്തിയെങ്കിൽ സ്വീകരിച്ചോ. ശക്തിയായ ചലിക്കുന്നുണ്ട്. എന്താ ഇന്നൊരു വിടുതൽ, അടകപാല ഹത്തര, അതൊരു സ്പെഷ്യൽ കോളിംഗ് ആണ്. എന്നോട് ദൈവം പറഞ്ഞു, പലരെയും തകർത്തളയുന്ന ദുർഭൂതത്തിന്റെ നടുവില ദൈവാത്മാവിന്റെ അധികാരം ചുമക്കാൻ ദൈവം നിങ്ങളെ വിളിച്ചതാണ്ടി. ആത്മാവിനോട് പറയുന്നു, അങ്ങനെ ഒരു നിയോഗത്തിനകത്തേക്ക് ദൈവം നിങ്ങളെ കൊണ്ടു നിർത്തിയെങ്കിൽ ഇന്നൊരു വിടുതലുണ്ട്. ഇന്നൊരു വിടുതലുണ്ട്. അധികാര ശുശ്രൂഷ ചെയ്യുന്ന ആളാണ് നിങ്ങൾ. യുദ്ധം ചെയ്യാം. അധികാരത്തിന്റെ നിയോഗങ്ങളെ കൈമാറുന്ന ഒരു ആത്മമണ്ഡലമാണ് നിങ്ങളുടെ പേരുള്ളത്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എന്നോട് ദൈവം പറയുന്നു, പലരെയും തകർത്ത് കളഞ്ഞൊരു ദേശം, പലരെയും നിർവീര്യമാക്കി കളഞ്ഞൊരു ദേശം, പലരെയും കൃപയിൽ നിന്ന് നഷ്ടപ്പെടുത്തിയ ഒരു പട്ടണം. ആ പട്ടണത്തിന്റെ അകത്ത് ഒരുത്തൻ കയറി വരികയാണ്. അവന്റെ പേരാണ് മോശ. യേശുവിൻ നാമത്തിൽ ദീർഘനാളുകളുടെ ഇടവേളയ്ക്ക് ശേഷം മോശ കയറി വരുമ്പോ അവന് പറയാനുള്ളത്, ദൈവ സാന്നിധ്യമാണ് എന്നെ നിർത്തിയതെന്നാണ്. 2026 മടങ്ങി വരവാകട്ടെ. 2025 പോലെ അല്ല. 2026 ദൈവം എന്നോട് പറയുന്നു, ഒരു സ്പെഷ്യൽ മടങ്ങി വരവാണ്. എവിടെ തകർക്കുമെന്ന് പറഞ്ഞു അതിനെ പൊളിക്കാൻ ദൈവം വിളിക്കാതെ പിടിച്ചോ. അപൂർവൊരു ശക്തികാവലികൾ സ്വീകരിക്കാൻ കഴിയുമെന്ന് സ്വീകരിച്ചു. എന്നോട് ഇന്ന് രാവിലെ എന്റെ രീതി ഇങ്ങനെയാണ്. പരിശുദ്ധാത്മാവിന്റെ കൃപ, ദൈവത്തിന്റെ കൃപ. ഇന്ന് ദൈവം എന്നോട് പറയുന്നു, ഇന്നലെ നിന്നെ തകർക്കുമെന്ന് പറഞ്ഞ നിന്റെ കുടുംബത്തിന്റെ നടുവിൽ, നിന്റെ ദേശത്തിന്റെ നടുവിൽ, നിന്റെ രക്തബന്ധങ്ങളാകട്ടെ, കുടുംബ ബന്ധങ്ങളാകട്ടെ, നിന്നെ ഉടയ്ക്കുമെന്ന് പറഞ്ഞ് നോക്കി നിന്നവരുടെ നടുവിൽ നിന്റെ ജയത്തിലേക്ക് കൊണ്ടുവരുന്ന രാജയോഗത്തിന്റെ പുതപ്പ് പിടിക്കും. അന്യഭാഷ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തയ്യാറെങ്കിൽ എവിടെ നിന്നാണോ നിന്നെ ഓട്ടിക്കുമെന്ന് പറഞ്ഞ് അവിടെ തന്നെ
എവിടെ പരാജയപ്പെട്ടു വന്ന് പറഞ്ഞു അവിടെ തന്നെ യേശുവിന്റെ നാമത്തിൽ ദൈവം എന്നോട് പറഞ്ഞ ചില കുടുംബങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഓപ്പൺ ആകുന്നതിനെ കാണിക്കുന്നു. ചില വ്യക്തികൾ നിങ്ങളുടെ മുമ്പിൽ ഓപ്പൺ ആകുകയാണ്. രക്തത്താ ജനമെടുക്കുകയാണ്. അവിടേക്ക് വെട്ടി തുറന്ന് കയറുന്ന ഒരാത്മനിയോഗം. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പലരും എന്നെ വിവേചിച്ചുകൊണ്ടിരിക്കും. ഇത് ദൈവിക ദൂത് തന്നെയാണ്, ദൈവത്തിന്റെ ദൂതാണോ എന്നൊക്കെ ഇങ്ങനെ വിവേചിക്കും. കുറെ പ്രവാചകരുണ്ട് അതിനകത്ത്. ആമേൻ, സ്തോത്രം. എന്നോട് ദൈവാത്മ പറഞ്ഞത് വിവേചിച്ചുകൊണ്ടിരിക്കുക, ഇത് ദൂത് കറക്റ്റ് ആണോ ഈ പറയുന്നേ. പുള്ളി ആദ്യമായിട്ട് കാണുന്നോണ്ടായിരിക്കാം കേട്ടോ. പറയും നിങ്ങളെ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. സ്തോത്രം, ഹല്ലേലൂയ. എല്ലാ ദൈവിക ശുശ്രൂഷകൾക്കായി നന്ദി. പക്ഷെ ആന്റിക്ക് മനസ്സിലായിട്ടുണ്ട് ഞാൻ പറഞ്ഞ കാര്യം. യേശുവിൻ നാമത്തിൽ ഇന്ന് രാവിലെ ദൈവം എന്നോട് പറയാൻ ചില ഡോറുകൾ നിങ്ങളുടെ മുമ്പിൽ തുറക്കാൻ പോവാണ്. 2026 നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് ആത്മമണ്ഡലത്തിന്റെ ഒരു ഇരട്ടി അഭിഷേകത്തിന് വേണ്ടിയാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ച് മാസങ്ങളായി തുടങ്ങി. ജനുവരി തുടങ്ങിയപ്പോൾ തന്നെ ഇരട്ടി അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. യേശുവിൻ നാമത്തിൽ ഒത്തിരി പേര് വെട്ടി താത്തി ഇട്ടതാ യേശുവിന്റെ നാമത്തിൽ. അർത്ഥമന ഹസീനിയാന്തന. എന്നാൽ ഇന്ന് രാവിലെ ദൈവം എന്നോട് പറഞ്ഞു, വെട്ടുന്നവൻ അവിടെ വെട്ടട്ടെ. നമ്മൾ അത് നോക്കുന്നില്ലല്ലോ, നമുക്ക് ആരോടും പിണക്കമില്ല. യേശുവിൻ നാമത്തിൽ ആരോടും നമുക്ക് വൈരാഗ്യമില്ല, പിണക്കമില്ല. യേശു എന്നോട് പറയുന്നു, വെട്ടുന്നവർ അവിടെ വെട്ടട്ടെ, എതിരായി നിൽക്കുന്നവർ എതിരാകട്ടെ. പാസ്റ്റർമാർ വരെ വെട്ടട്ടെ, കുഴപ്പമില്ല. എന്നാൽ ഇന്ന് രാവിലെ ദൈവം എന്നോട് പറയുന്നു, വെട്ടുന്നവർ വെട്ടട്ടെ. പക്ഷെ നമ്മെ വിളിച്ചൊരു വിളിയുണ്ട്. എത്ര രാമൻ പറയും, അർഘമനഘടക ശങ്കരാദിയ. നമ്മൾ വെട്ടുന്നവരെ നോക്കി നിൽക്കുന്നവരല്ല, നമ്മൾ നിത്യതയുടെ വെളിപ്പാട് നിൽക്കുന്നവരാ. യേശുവിൻ നാമത്തിൽ ദൈവത്തോട് വന്ന് മോശ കേട്ടൊരു ദൂതുണ്ട്, ഞാൻ നിന്നെ അയക്കും. യേശുവിൻ നാമത്തിൽ ആ ദൂത് പിടിച്ചോളെ കേട്ടോ. ദൈവം അയക്കാൻ പോവാ. ദേശങ്ങൾ, ഗ്രാമങ്ങൾ, പട്ടണങ്ങൾ തുറക്കട്ടെ. ഏത് ഭാഗം തുറക്കട്ടെ. അത് തുറക്കണമെന്ന് പറയുമ്പോ ദൈവം അടച്ചതാണ്ടി. യേശുവിന്റെ നാമത്തിൽ അടച്ചത് യേശു തുറക്കുക. മനുഷ്യൻ അടച്ചതിനെ ദൈവം തുറക്കുക. കൃപ തുറക്കുക. ദൈവം കൊണ്ട് വന്ന് മനുഷ്യൻ അടച്ചത് തുറക്കുക. ദൈവം പിശാച് അടച്ചത് ഇന്ന് അടയ്ക്കുന്നതിന് മുമ്പിൽ ഒരു വാദം തുറക്കുന്ന ദൈവം. എല്ലാവർക്കും പറയാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് ദൂത് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് സമാധാനം കിട്ടത്തില്ല. യേശുവിന്റെ നാമത്തിൽ എന്നോട് ദൈവം പറഞ്ഞൊരു വാദം ദൈവം തുറന്നു വെച്ചിരിക്കുകയാണ്. ആർക്കും അടയ്ക്കാത്ത വാദം. എന്താ കാര്യം എന്നറിയാമോ? നിന്റെ പ്രശ്നത്തിന്റെ നടുവിൽ, നിന്റെ ശാരീരിക ബുദ്ധിമുട്ടുകളുടെ നടുവിൽ, നിന്നെ അസ്വസ്ഥതപ്പെടുത്തിയ മണ്ണിൽ നീ വചനത്തെ ചുമന്നതുകൊണ്ട്, നീ മാറുകൊണ്ട് ദൈവവചനം കാത്തത് കൊണ്ട്, യേശുവിന്റെ നാമത്തിൽ ശാരീരികമായി ഫലത്തിക്കളയാൻ നോക്കിയ പദ്ധതികളുടെ നടുവിൽ പ്രമാണത്തെ വഹിച്ചതുകൊണ്ട് നിന്റെ മുമ്പിൽ ഒരു വാല തുറക്കുകയാണ്. യേശുവിൻ നാമത്തിൽ വെളിപ്പാട് പുസ്തകം പറയുന്നതിന്റെ വാദ തുറന്നു. ഞാൻ ആന്റിയോട് പറയുന്നെങ്കിലും ഇതിനകത്തിരിക്കുന്ന ചിലരോട് ദൈവം സംസാരിക്കുന്നു. നിങ്ങൾ ആത്മാവിനാ ദൂരാമൻ പറ. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി, നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി, നിങ്ങളുടെ ആരാധന, നിങ്ങളുടെ ശുശ്രൂഷകൾക്ക് വേണ്ടി, നിങ്ങളുടെ ആത്മനിയോഗങ്ങൾക്ക് വേണ്ടി ദൈവം ചെയ്ത് തുറക്കുകയാണ്. യേശുവിൻ നാമത്തിൽ അത് തുറന്ന് ദൈവം നിങ്ങളെ ഇന്ന് രാവിലെ ആത്മാവിൽ ബലത്തോടെ നിലനിർത്താൻ പോകുന്നു. കർത്താവ് ഇന്ന് വരെ സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. വേഗം ഞാൻ മടങ്ങി വരും. ഒന്ന് ആ ഭാഗത്ത് വായിക്കുന്നു, ദൈവം നോഹയെയും അവനോടുകൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെയും ഓർത്തു. പ്രിയരെ, ദൈവകൃപയുള്ള ദൈവമനുഷ്യന്റെ മേൽ ദൈവം അവനെ ഓർക്കാതിരിക്കത്തില്ല കേട്ടോ. സ്തോത്രം. ഒരു നന്ദി പറഞ്ഞ കർത്താവിന് ഒരു കരമുയർത്തൽ ആമേൻ പറഞ്ഞ ശബ്ദം കേട്ടില്ലെങ്കിലും നിങ്ങൾ ആത്മാവിൽ പറയുന്ന റൂമിൽ ദൈവം കേൾക്കുക. സ്തോത്രം. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ആമേൻ. ആമേൻ. ലൈനിയാണോ ആന്റിയുടെ പേര്? എനിക്ക് അറിയത്തില്ല. മോൻസി. ആ കർത്താവ് ദാസിയോട് ഇന്ന് രാവിലെ സംസാരിക്കുക കേട്ടോ. അവൻ നമ്മെ മറക്കുന്ന ദൈവം അല്ല, അവൻ ഓർക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അവൻ നമ്മെ മറന്നു കളയുന്ന ദൈവം അല്ല, നമ്മെ ഓർക്കുന്ന ഒരു ദൈവമാണ്. ഇന്ന് രാവിലെ ആത്മാവിൽ പ്രാർത്ഥിച്ചോളും. ചില രഥങ്ങളുടെ മുമ്പിൽ ഓടിക്കയറി ഏലിയാവിനെ പോലെ. യു ആർ എ പ്രൊഫറ്റ്. സ്തോത്രം. ദൈവത്തിന്റെ ആത്മ പറയുന്നു, ഓടിക്കയറുന്ന രഥങ്ങളുടെ മുമ്പിൽ ഓടിക്കയറാൻ ഒരു ഇരട്ടി അഭിഷേകം ഇന്ന് രാവിലെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവിനോട് പറഞ്ഞു, ഈ തലമുറയിൽ, ഈ കാലഘട്ടത്തിൽ, ഈ സമയങ്ങളിൽ ഓടിക്കയറണം. നീ ക്ഷീണിച്ചു പോകരുത്. പലപ്പോഴും ഇതിനെ ക്ഷീണിപ്പിക്കുന്ന അന്തരീക്ഷങ്ങളുണ്ട്. ഏലിയാവിനോട് ദൈവം പറഞ്ഞൊരു പദമുണ്ട്, നീ കാലാളുകളോടെ ഓടി തളർന്നു പോയാൽ
കുതിരപ്പടയോട് എങ്ങനെ ഓടും? എന്നോട് ദൈവം പറഞ്ഞാൽ ഈ പരിശുദ്ധാത്മ പറഞ്ഞ ഓടി ജയിക്കാനാ വിളിച്ചു. ഓടി ജയിക്കാനാ വിളിച്ചു. വെല്ലുവിളികളുണ്ട്, സത്യവാ. പോരുവിളികളുണ്ട്, സത്യവാ. പക്ഷെ ഇന്ന് പകൽ ആത്മാവിനോട് പറയുന്നു, ഓടി ജയിക്കാനാ നിങ്ങളെ വിളിച്ചത്. നിങ്ങളുടെ കർത്താവ് പരാജയപ്പെട്ട കർത്താവ് അല്ല കേട്ടോ. മരണത്തെ ജയിച്ചൊരു കർത്താവ്, പാതാളത്തെ ജയിച്ചൊരു കർത്താവ്, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ കൈവശമുള്ള ഒരു കർത്താവ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ചലിക്കും. യേശുവിൻ നാമത്തിൽ എല്ലാ സ്ട്രഗിളുകളും ഇന്ന് രാവിലെ നീങ്ങിപ്പോകട്ടെ. പരിമിതമായ സമയത്തിനകത്ത് വെച്ച് ഞാൻ ആത്മാവിൽ കൈമാറുന്നു എല്ലാ സ്ട്രഗിളുകളെയും മുന്നേറാൻ പറ്റാതെ വണ്ണം, പുറത്തു വരാതെ വണ്ണം തടയുന്ന ചില പോരുകളും മൂടുപടമെടുന്ന ചില വൈശാചിക മണ്ഡലങ്ങൾ കർത്താവിനോട് പറഞ്ഞ് ഇന്നതിനെ വെട്ടുക ദൈവം. എത്ര പേര് ആമേൻ പറയും? നിങ്ങൾ ഒരുമിച്ച് ആത്മാവിൽ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ മേൽ ദൈവം പ്രവർത്തിച്ചടിക്കും. ഹല്ലേലൂയ. ശബലഘടകസി. എനിക്ക് നിയോഗത്തിൽ സംസാരിക്കുന്നേ ഓടിക്കയറുന്ന ഒരു അഭിഷേകത്തിനകത്ത് ഏലിയാവിനോട് ദൈവം പറയുക ആമേൻ. ആഹാബിനോട് ദൈവം പറയുക, ഏലിയാ പറയുന്നു നീ രഥമെടുത്ത് പുറപ്പെട്ടോ എന്ന് പറഞ്ഞിട്ട് രഥത്തിന്റെ മുമ്പിൽ ഓടിക്കയറുന്നെങ്കിൽ 26 ദൈവം പറയുന്നു ഓടിക്കയറാ. ഞാന് ഈ മീറ്റിംഗിൽ കയറുമ്പോ ദൈവം എന്നോട് പറഞ്ഞു, ദൂത പരിശുദ്ധാത്മ സംസാരിക്കും. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അതെ അതെ, ചേർന്നത്രമേ രാമൻ പറയും. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു ഉയരും. ഇന്ന് മകൾ ബാല്യക്കാർ ക്ഷീണിക്കുക, യൗവനക്കാർ തളർന്നു പോകുക. എന്നാൽ ദൈവത്തിനായി കാത്തിരിക്കുന്നവർ ശക്തി ഇന്ന് മകൾ പുതുക്കി പുറത്തു വരും. വരും 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 വരും. പുതുക്കി ശക്തി പുതുക്കും, ശക്തി പുതുക്കും. റാം ധോണിയ അസ്തേ ലഗതകട ജോസ് ബാസെ ശക്തി പുതുക്കാൻ ദൈവം നമ്മെ വിളിച്ചു. ഹല്ലേലൂയ. ശക്തി പുതുക്കാൻ ജോസ് അഗസ്റ്റിൻ ദാസോട് ദൈവം പറയുന്നു ശക്തിയെ പുതുക്കാൻ നമ്മെ വിളിച്ചിരിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ശമന റമന ദിഗാര അക്കൗണ്ടിനോട് ദൈവം പറയുന്നു ശക്തിയെ പുതുക്കട്ടെ. ആധരം ജദാരിയ മൊർമുനിയ ഹസ്തി ജഗത് പ്രവാദനിയ. യേശുവിൻ നാമത്തിൽ ആത്മശക്തിയുടെ പുതുക്കമാണ് നമുക്ക് ആവശ്യം. അതിനുവേണ്ടി ദൈവാത്മാവ് നമ്മെ കണ്ടിരിക്കുകയാണ്. വേഗം ഞാൻ മടങ്ങി വരട്ടെ. 3 കാര്യങ്ങൾ പറഞ്ഞ് ആ വചനത്തിന്റെ അകത്തേക്ക് ദൈവം എന്നെ ഏൽപ്പിച്ച ദൂത് പറഞ്ഞു ഞാൻ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. സ്തോത്രം. ആ ഭാഗം ഇങ്ങനെയാണ്. 7-ാമത്തെ വാക്യം കഴിഞ്ഞ 8, 9-ാമത്തെ വാക്യം പറയുന്നത് നോഹയുടെ വംശപാരമ്പര്യം 1. നോഹ നീതിമാനായിരുന്നു. നിങ്ങൾക്കറിയാം, നീതിമാൻ എന്ന് പറഞ്ഞ ദൈവത്തിന്റെ നീതിയെ വഹിക്കുമ്പോൾ ഒന്ന് തുറന്ന് സംസാരിക്കട്ടെ പ്രിയരെ. എല്ലാവരുടെ മേലും ദൈവത്തിന്റെ നിയോഗം പകരത്തില്ല. എല്ലാവരുടെ മേലും പകരണമെന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത്. പക്ഷെ എല്ലാവരുടെ മേലും പകരത്തില്ല. കാരണം ദൈവത്തിന്റെ ദൈവത്തിന് ഒരാളെ ബോധിക്കണം. നിങ്ങൾ എത്ര പേര് അതിനോട് യോജിക്കുന്നു എനിക്ക് അറിഞ്ഞൂടാ. സ്തോത്രം. ദൈവത്തിന് ഒരാളെ ബോധിച്ചാൽ മാത്രമേ ദൈവം അവന്റെ മേൽ ശുശ്രൂഷ പകരത്തു. ദൈവത്തിന് ഒരാളെ ബോധിച്ചാൽ മാത്രമേ ദൈവം സ്തോത്രം അഭിഷേകം പകരുകയുള്ളൂ. എല്ലാവരും ചിന്തിക്കുന്നത് എന്നെ അഭിഷേകം ചെയ്യണേ, എന്നോട് ദൈവം സംസാരിക്കണേ. സ്തോത്രം. എന്നോട് പിണങ്ങിയിട്ടുണ്ട് ആൾക്കാര്, ദൂത് പറഞ്ഞില്ലെന്നും പറഞ്ഞു. നമ്മൾ എന്ത് ചെയ്യാൻ? ദൈവം പറഞ്ഞാലും പറയാൻ പറ്റും. ഹല്ലേലൂയ. അപ്പൊ ഞാൻ ഇന്ന് രാവിലെ എന്നോട് ദൈവാത്മ പറയുന്നൊരു നിയോഗമാണ് സംസാരിക്കുന്നേ. ചിലരോട് ദൈവം സംസാരിക്കുന്നു, ദൈവത്തിന്റെ നീതിക്കകത്ത് തന്നെ നിന്നോണം. ഇത് പറയുമ്പോൾ ഭയങ്കര വിഷയമാണ്. ഞാൻ നിങ്ങളോട് തുറന്ന് സംസാരിക്കട്ടെ. ഈ തലമുറ ഒരു വല്ലാത്ത തലമുറയാണ്. ഞാനൊരു ഇൻ ക്രൈസ്റ്റ് റെവലേഷനിൽ നിൽക്കുന്ന ആളാണ്, ഒരു ന്യൂ ടെസ്റ്റ്മെന്റ് റെവലേഷനിൽ നിൽക്കുന്ന ആളാണ്. അപ്പോൾ തന്നെ പെൻഡക്കോസ്റ്റ് ഡോക്ടറിൻ ഒന്നും കളയത്തില്ല, അതൊക്കെയുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ന്യൂ ജനറേഷൻ ഒന്നും അല്ല, പെൻഡക്കോസ്റ്റ് ഡോക്ടറിന് നിൽക്കുന്ന ആളാണ്. ഞാൻ പറയട്ടെ, ദൈവം എല്ലാവരുടെ മേലെ അഭിഷേകം പകരത്തില്ല. അവന്റെ ആത്മാവിന്റെ പേരാണ് ഹോളിനെസ്. ഹോളി സ്പിരിറ്റ് എന്ന് അവന്റെ പേര്. പരിശുദ്ധാത്മാവ് എന്നവന്റെ പേര്. അവൻ ഒരാളുടെ മേൽ വസിക്കുന്നത് വിശുദ്ധിയുള്ളിടത്ത് മാത്രം നിൽക്കട്ടെ. നിങ്ങൾ അതിനോട് എത്ര പേര് യോജിക്കുന്നെന്ന് എനിക്ക് അറിയത്തില്ല. വിശുദ്ധി ഇല്ലാത്തടത്ത് ഹോളി സ്പിരിറ്റ് പ്രവർത്തിക്കത്തില്ല. അത് നിങ്ങളുടെ വീട്ടിനകത്ത് വരത്തില്ല. മരുമോളെ ചീത്ത വിളിക്കുന്നുണ്ടെങ്കിൽ നിന്റെ വീട്ടിൽ ഹോളി സ്പിരിറ്റ് നിൽക്കത്തില്ല. ഞാൻ മുഖമൊന്നും നോക്കി കൈയൊന്നും വെച്ച് പറയുന്നില്ല. കൃപ തന്നിട്ടുണ്ട് ദൈവം, അതുകൊണ്ടൊന്നും പറയത്തില്ല. നിങ്ങൾക്ക് വിഷമം വരും. അതുകൊണ്ട് ഞാൻ പറയട്ടെ, അമ്മായി അമ്മയോട് വൈരാഗ്യം വെച്ചിരിക്കുന്നവരുടെ ഹോളി സ്പിരിറ്റ് നിൽക്കട്ടെ. ഞാൻ ഇന്നലെ രാത്രിയിൽ ഞാനിങ്ങനെ എന്നോട് ദൈവം പറഞ്ഞു ഒരു വാക്യം വായിക്കാം. ഞാനിങ്ങനെ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്റെ ഉള്ളിൽ ഒരു വാക്യം പറ്റി ഒന്ന് വായിച്ച് സഹായിച്ചപ്പോൾ നമ്മുടെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ 3 നിലവാരങ്ങളിൽ അനുഗ്രഹിക്കപ്പെടുന്ന വാക്യം. യാക്കോബിന്റെ ലേഖനം ഒന്ന് വായിച്ച ഒരാൾ എനിക്കൊന്ന് വായിച്ച വാക്യം സഹായിക്കും.
ഈ വാക്യം ചിലരുടെ മേൽ ഒരു അത്ഭുതമായി ഇന്ന് രാവിലെ മാറും. ദൂത് മാത്രമല്ല, വചനം കൂടെ ഉണ്ട്. സ്തോത്രം. ദൈവത്തിന്റെ ആത്മ വചനത്തിലേക്ക് എന്നെ കൊണ്ടുവരിക. എന്നെ കർത്താവ് ഇന്നലെ സ്തോത്രം സംസാരിച്ചൊരു വാക്യമുണ്ട്. 4-ാം അധ്യായം യാക്കോബ്, ജെയിംസ് 4:8 ഒന്ന് വായിച്ച് അതിന്റെ 9 ഒന്ന് വായിക്കുമ്പോൾ 8-9 വാക്യങ്ങൾ 4-ാം അധ്യായം 7 മുതൽ വായിച്ചാണ്, 7 മുതൽ 6 മുതൽ വായിച്ചാണ്. എന്നാൽ അവൻ അധിക കൃപ നൽകുന്നു, അതുകൊണ്ട് ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുകയും താഴ്ന്നവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു പറഞ്ഞിരിക്കുന്നു. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനെ എതിർത്ത് നിൽക്കുകയും. അറിയാമോ, നിങ്ങളുടെ മേൽ അഭിഷേകം ദൈവത്തിന് കീഴടങ്ങും. ദൈവത്തിന്റെ മുമ്പിൽ കീഴടങ്ങാതെ നിങ്ങൾക്ക് അഭിഷേകം കിട്ടത്തില്ല. ഞാൻ ഇന്നലെ രാത്രി ഈ വാക്യം വായിച്ചപ്പം ഒത്തിരി പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. പക്ഷെ ഇരുന്നൊന്നും കൂടെ വായിക്കും. എന്നിട്ട് എന്നെ ഒന്ന് ശോധന ചെയ്തായിരുന്നു. ഞാൻ ആ വാക്യം നിങ്ങളോട് രാവിലെ വന്നു, ദൈവത്തിന് കീഴ്പ്പെടാതെ നിനക്ക് ഒരിക്കലും ദൈവിക ബ്ലെസ്സിങ് പ്രാപിക്കത്തില്ല. രക്തത്താ ജയം. ഹല്ലേലൂയ. 1 യാക്കോബ് പറയുന്നു, ദൈവത്തിന് കീഴടങ്ങണം. പരിശുദ്ധാത്മാവിന് ഇന്ന് കീഴടങ്ങണം കേട്ടോ. പരിശുദ്ധാത്മാവിന് കീഴടങ്ങാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രവാചകരായിരിക്കാം, നിങ്ങൾ രോഗശാന്തി വരവുള്ളവരായിരിക്കാം, എന്തോ ആകട്ടെ, നിങ്ങൾ അധികാരം കൈകാര്യം ചെയ്യുന്നവരായിരിക്കാം. പക്ഷെ ദൈവാത്മാവ് പറയുന്നു, ദൈവത്തിന് കീഴടങ്ങും. ദൈവത്തിന് കീഴടങ്ങിയാൽ നീ ഉയരും. ദൈവത്തിന് കീഴടങ്ങിയാൽ നിന്റെ തല മാറും. ഹല്ലേലൂയ. ചിലർക്ക് 2 പ്രവചനം കിട്ടുമ്പോൾ പിന്നെ മെന്ത്രമാരെയൊന്നും ഓർക്കത്തില്ല യേശുവിന്റെ നാമത്തിൽ, പിന്നെ നടത്തിയവരെയൊന്നും ഓർക്കത്തില്ല, പിന്നെ അവർ വലിയ പ്രവാചകരാ. സ്തോത്രം. ഹല്ലേലൂയ. പിന്നെ അവർ സഭയ്ക്കകത്ത് ഒതുങ്ങില്ല, സഭയെ കീഴ്പ്പെടത്തില്ല. ഇന്ന് രാവിലെ ഞാൻ ഒരു കാര്യം പറഞ്ഞു, കീഴ്പ്പെടുന്നതാണ് അഭിഷേകം. ശരിയാണോ അച്ഛൻ ഞാൻ പറഞ്ഞേ? അച്ഛാ ഞാൻ പറഞ്ഞ കറക്റ്റാണ്. അഭിഷേകത്തെ തിരിച്ചറിയും അല്ലേ? പ്രവാചകന്റെ അഭിഷേകം പ്രവാചകന് കീഴ്പ്പെടുമെന്ന് അങ്ങനെ വായിക്കുന്നു. ഇന്ന് ഈ മീറ്റിംഗിൽ പ്രസംഗിക്കാൻ ദൈവം എന്നോട് അങ്ങനെ പറയും. അതുകൊണ്ട് ആത്മാവിൽ വലിയ സ്തോത്ര കൃപാവരമുള്ളവര് ഒരാൾ ലീഡ് ചെയ്യുമ്പോൾ ഒതുങ്ങിയിരുന്നു. നിങ്ങൾക്കൊരു വേദി തരാതെ നിങ്ങൾ ചാടി പുറപ്പെടും, പരാതി പറയാം. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം, ദീർഘനാളുകൾ ആമേൻ സ്തോത്രം ദൈവം നിൽക്കുമ്പോൾ ചില സമയങ്ങൾ നമ്മൾ സൈലന്റ് പീരീഡിലേക്ക് പോകാറുണ്ട്. അതുകൊണ്ട് ഒതുങ്ങിയിരിക്കുന്നവരോട് ഞാൻ പറയുന്നത്, ഇത് നിങ്ങളുടെ അവസാനമല്ല കേട്ടോ, ഇത് നിങ്ങളുടെ തുടക്കത്തിന്റെ ആരംഭത്തിന്റെ ആഴമാണ്. ദീർഘനാളുകൾ സ്തോത്രം ഞാനിങ്ങനെ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്, കർത്താവെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? കർത്താവിനോട് പറഞ്ഞു, നീ ധൈര്യമായിട്ടിരിക്കെ, അടുത്ത നിയോഗം നിന്റെ മേൽ വീഴാൻ പോവുക. ഇന്ന് രാവിലെ ഞാൻ പറയട്ടെ, വേദി തന്നില്ലെന്ന് വെച്ചാൽ ആരും ഭാരപ്പെടില്ല കേട്ടോ, പിണങ്ങുകയും ചെയ്ത് പ്രശ്നം ഉണ്ടാക്കാം. എനിക്കറിയില്ല. ദൈവാത്മാവ് ചിലരോട് പറഞ്ഞു, ആമേൻ, നിങ്ങൾ മുട്ടുപേരിരുന്ന് കരയുക, നിയോഗത്തിന്റെ അടുത്ത തലത്തിലേക്ക് കയറാൻ നോക്കും. ആമേൻ. മനുഷ്യർ നിങ്ങൾക്ക് തരുന്നതിന് ലിമിറ്റ് ഉണ്ട് കേട്ടോ, യേശുവിൻ നാമത്തിൽ. എന്ന ദൈവം തരുന്നതാണ് അപ്പുറം. ദൈവം തരുന്ന വേദി, ദൈവം തരുന്ന ശുശ്രൂഷ അസാധാരണമാണ്. ഹല്ലേലൂയ. അത് സ്പെഷ്യൽ ആയിരിക്കും. അത് മറ്റുള്ളവരെ പോലെയുള്ളതല്ല. അത് നിന്റെ വെന്ററിനേക്കാളും വലുതായിരിക്കും. കുഞ്ഞാടിന്റെ രക്തത്താൽ ജയം എടുക്കുന്നു. നിനക്ക് കൈവച്ച് അഭിഷേകം ചെയ്തവന്റെ മേൽ കിടക്കുന്ന അധികാരത്തെക്കാൾ വലുതായിരിക്കും നിന്റെ മേൽ വീഴുന്നത്. യേശുവിൻ നാമത്തിൽ. ഒരു ട്രഡീഷണൽ സഭയുടെ ഒരു ശുശ്രൂഷകനായിരുന്നു ഞാൻ. ഇതിനകത്തുണ്ട് ട്രഡീഷണൽ സഭ ഉപദേശ വിശുദ്ധിയിൽ നിൽക്കുന്ന, ഇന്ന് ഞാൻ ബഹുമാനിക്കുന്നു. ഇന്നും എനിക്ക് അവരുമായിട്ടൊക്കെ ഒത്തിരി ബന്ധങ്ങളുണ്ട്. എന്നാൽ തമ്പുരാൻ എന്നോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പരിപാടി നിർത്തുക, നിന്നെ അടുത്ത നിയോഗത്തിൽ വിളിക്കാൻ പോവുക. ഹല്ലേലൂയ. ഞാൻ ഒരു കാര്യം പറയട്ടെ, അഭിഷേകം വീണപ്പോൾ മറ്റാർക്കും പോകാത്ത നിയോഗത്തിനകത്തേക്ക് ദൈവം എന്നെ കയറ്റി. മറ്റാർക്കും ചെയ്യാത്ത അഭിഷേകത്തിനകത്ത് ദൈവം എന്നെ കയറ്റി. അതുകൊണ്ട് ഞാൻ ആത്മാവിൽ എന്നോട് പറഞ്ഞു, ദൈവത്തിന് കീഴടങ്ങുക, വെയിറ്റ് ചെയ്യുക. കർത്താവ് പറഞ്ഞു, വരുന്നു നിന്റെ നിയോഗം. നിനക്ക് സീസണുകളാണ് വരുന്നത്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആത്മാവിനോട് കൈമാറുന്നു. 1, ദൈവത്തിന് കീഴടങ്ങിയിരിക്കുക. അതിന്റെ നകത്ത് സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്, പിശാചിനോട് നീ എതിർത്ത് നിൽക്കണം. കേട്ടില്ല? ദൈവത്തിന് കീഴടങ്ങിയിരിക്കുമ്പോ തന്നെ പിശാചിനോട് നീ എതിർത്ത് നിൽക്കണം. അടുത്ത വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി ദൂത് പ്രവചനം കേൾക്കുന്ന ദൂത് നിവർത്തീകരിക്കാൻ വേണ്ടി, കേട്ട വചനം നിവർത്തീകരിക്കാൻ വേണ്ടിയുള്ള കാര്യമായി പറയുന്നു. എന്നോട് ദൈവം ഇന്നലെ രാത്രി സംസാരിച്ചത്. എന്നോട് ദൈവം നീ വായിക്കണം, യാക്കോബിന്റെ ലേഖനം വായിച്ചു. 4-ാം അധ്യായം 7-8 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നു, പിശാചിനോട് എതിർത്തു നിൽക്കുന്ന ഒരു തലമുറ.
അവരുമായിട്ട് സന്ധി സംഭാഷണമില്ലാത്തൊരു തലമുറ ഇന്ന് രാവിലെ എഴുന്നേൽക്കുകയാ. രോഗത്തിന്റെ മേൽ പ്രതികരിക്കുന്ന, കടബാധ്യതകളുടെ മേൽ പ്രതികരിക്കുന്ന, ശാരീരിക ബുദ്ധിമുട്ടുകളുടെ മേൽ പ്രതികരിക്കുന്ന, പൈശാചിക തന്ത്രങ്ങളെ പ്രതികരിക്കുന്ന ഒരു തലമുറയെ ഇന്ന് രാവിലെ ദൈവം വിളിക്കുക. അല്ല, ഇത് നിയോഗമാണെന്ന് പറഞ്ഞിരിക്കുകയല്ല. ഞാൻ ആത്മാവിൽ പറയാം, പൈശാചിക തന്ത്രത്തെ തിരിച്ചറിയുന്ന ഒരാത്മനിയോഗം നിന്റെ മേൽ തൊടട്ടെ. എല്ലാ തടസ്സങ്ങളും ദൈവികമല്ല, എല്ലാ തടസ്സങ്ങളും മാനുഷികമല്ല. എല്ലാ തടസ്സങ്ങളുടെ പിറകിലും ആമേൻ സ്തോത്രം ചിലതിന്റെ മേൽ പിശാചാണ് നിന്റെ തലമുറയുടെ ഭാവിയെ ബന്ധിച്ചത്, നിന്റെ കുടുംബത്തിന്റെ ഭാവിയെ ബന്ധിച്ചത്, നിന്റെ ആത്മമണ്ഡലത്തിന്റെ ഭാവിയെ ബന്ധിച്ചത് പിശാചാണ്. അതുകൊണ്ട് ആത്മം ഞാൻ കൈമാറുന്നു, അതിനെ തടുക്കുന്ന ഒരു നിയോഗം നിന്റെ അകത്തിന് രാവിലെ വീഴുന്നത് യേശുവിൻ നാമത്തിൽ. ആ നിയോഗം ഇന്ന് രാവിലെ വെട്ടി തുറക്കാൻ ദൈവം നിങ്ങളെ വിളിക്കുകയാ. ഞാൻ ആത്മാവിൽ 8ാമത്തെ വാക്യം വായിച്ചു. ദൈവത്തോട് അടുത്ത് ചെല്ലുവീൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. ദൈവത്തോട് അടുത്ത് ചെല്ലുവീൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. പാപികളെ ഇത് നമുക്ക് ദൈവത്തിന്റെ സന്നിധി നമ്മെ ആ കൃപയ്ക്കകത്ത് നമ്മെ തള്ളിക്കളയുന്ന ഒന്നാണ്. ഒന്ന് നിഗളം, 2 ആമേൻ സ്തോത്രം ഇരുഹൃദയം, ഇരുമനസ്. സ്തോത്രം. അവിടെ വായിക്കുന്നു, പാപികളെ നിങ്ങളുടെ കൈകളെ വെടിപ്പാക്കുവിൻ എന്ന് പറഞ്ഞു. ഇരുമനസ്, അവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കണം. അവിടെ വായിക്കുന്നു 9ാമത്തെ വാക്യം, ഇരുമനസ്സിനെ ശുദ്ധീകരിപ്പിൻ. അടുത്ത വാക്യമായി എന്നെ വല്ലാതെ ചിന്തിപ്പിച്ച വാക്യം 9ാമത്തെ വാക്യം വായിച്ചാൽ, സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരവേൻ. സങ്കടപ്പെട്ട് ദുഃഖിച്ച് എന്ന് പറഞ്ഞാൽ ദൈവത്തിന് മുമ്പിൽ കണ്ണുനീരോടെ ഒരു കുഞ്ഞൊരപ്പന്റെ മുമ്പിൽ കരയുന്നത് പോലെ ആമേൻ നെടുവീർപ്പിട്ട് നിലവിളിക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതലുണ്ടെങ്കിൽ വചനം പറഞ്ഞു, സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരവിൻ, നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. എത്ര പേര് ആമേൻ പറയും? ഹല്ലേലൂയ. ദുഃഖം സന്തോഷമായി മാറും. ഈ ഫാസ്റ്റിങ്ങിന്റെ നടുവിൽ ഞാൻ ആത്മാവിൽ പറയുന്നു, ഇത് തീരുന്നതിന് മുമ്പേ നിങ്ങളുടെ ദുഃഖം ഹാപ്പിനെസ് ആയി മാറും. നിങ്ങളുടെ നെടുവീർപ്പുകൾ സന്തോഷമായി മാറും. യേശുവിൻ നാമത്തിൽ വചനം അങ്ങനെ പറയുന്നു. നിങ്ങളുടെ ദുഃഖം ആമേൻ സന്തോഷമായും, നിങ്ങളുടെ വിഷാദം ആമേൻ ചിരിയായിട്ടും മാറട്ടെ. നിങ്ങളുടെ ആമേൻ സ്തോത്രം ദുഃഖങ്ങളും വിഷാദങ്ങളും ഇന്ന് പകൽക്കാലം ആമേൻ മാറിപ്പോയിട്ട് നിങ്ങൾ സന്തോഷം വ്യാപരിക്കുന്നത്. ആരോ പറയുന്നു ഇന്ന് പകൽ, പക്ഷേ സന്തോഷം അനുഭവിച്ചിട്ട് നാളുകളായി, ഹാപ്പിനെസ് അനുഭവിച്ചിട്ട് നാളുകളായി. ഞാൻ ആത്മാവികളോട് കൈമാറുന്നു, നിങ്ങൾ ദൈവത്തിന് മുമ്പിൽ കരഞ്ഞ സമയങ്ങൾ വൃഥാവല്ല കേട്ടോ. ദൈവത്തിന്റെ മുമ്പിൽ നിലവിളിച്ച സമയങ്ങൾ വൃഥാവല്ല. എത്ര പേര് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട്? ഹല്ലേലൂയ. ദൈവം മുമ്പിൽ കരഞ്ഞ സമയങ്ങൾ വൃഥാവായി മാറുകയില്ല. ജൂലിയ റോസിനോട് ദൈവം പറഞ്ഞു, ദൈവം മുമ്പിൽ വില കൊടുത്ത സമയങ്ങൾ വൃഥാവല്ല. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ദൈവം മുമ്പിൽ കരഞ്ഞത്, അവന്റെ വചനത്തിൽ ഇരുന്നത് ഒന്നും വൃഥാവല്ല. അവന്റെ മുമ്പിൽ ഇരിക്കുന്നതൊക്കെ പ്രയോജനത്തിനകത്തേക്ക് ദൈവം നമ്മെ കൊണ്ടുവരാൻ പോവുകയാണ്. യേശുവിൻ നാമത്തിൽ ദൈവനോട് പറയുന്നു, ആമേൻ. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തതുപോലെ അവന്റെ വചനത്തിന് മുമ്പിൽ ഇനിയും ഇരിക്കണം. അവന്റെ വചനത്തിന് മുമ്പിൽ വീണ്ടും വില കൊടുക്കണം. അവന്റെ വചനത്തിന് വേണ്ടി അവന്റെ പാദപീഠത്തിൽ ഇരിക്കണം. പരിശുദ്ധാത്മ പറയുന്നു, അങ്ങനെയുള്ളവർക്ക് വേണ്ടി ചലിക്കാതെ യേശു ഇറങ്ങി വരാൻ പോകുകയാണ്. അബൂനാമെ പറഞ്ഞു പിടിക്കുന്ന എത്ര പേരുണ്ട്? റാം ഷെഖേനിയാം ധന. യേശുവിൻ നാമത്തിൽ മറിയ വാർത്ത പറഞ്ഞു, ഇതൊത്തിരി ബുദ്ധിമുട്ടാണ്, എന്നെ സഹായിക്കാൻ ആരുമില്ല എന്ന യേശു പറഞ്ഞു. അല്ല, മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു, അത് അവരിൽ നിന്ന് ആരും എടുത്തുകൊണ്ട് പോകുകയില്ല. ജൂലിയാനോട് ദൈവം പറയുന്നു, ദൈവത്തിൽ നീ പ്രാപിച്ചതിനെ മോഷ്ടിച്ചു കൊണ്ടുപോകാൻ ആർക്കും പറ്റുകയില്ല, മോഷ്ടിക്കാൻ ആർക്കും കഴിയുകയില്ല. ദൈവവൈദ്യനോട് ഞാൻ ആത്മാവ് ദൈവഭക്തിയോട് പറയാം, നിങ്ങൾ പ്രാപിച്ചതിനെ മോഷ്ടിക്കാൻ കഴിയില്ല. നിങ്ങൾ പ്രാർത്ഥിച്ചു മേടിച്ചതിനെ മോഷ്ടിക്കാൻ ആർക്കും കഴിയുകയില്ല. നിങ്ങൾ പ്രാർത്ഥിച്ചു മേടിച്ച വാഗ്ദത്തങ്ങളെ, പ്രാർത്ഥിച്ചു മേടിച്ച വാഗ്ദത്ത തലമുറകളെ, പ്രാർത്ഥിച്ചു മേടിച്ച നിയോഗങ്ങളെ, പ്രാർത്ഥിച്ചു മേടിച്ച ശുശ്രൂഷകളെ ഹല്ലേലൂയ ആർക്കും മോഷ്ടിക്കാൻ പറ്റുകയില്ല. എന്താ കാര്യം എന്നറിയാം? അത് ദൈവമാണ് നിനക്ക് തന്നേ. ദൈവം തന്നതിനെ മോഷ്ടിക്കാൻ ആർക്കും കഴിയുകയില്ല. അതുകൊണ്ട് ദൈവം വചനം പറയുന്നേ, അത് നിന്നിൽ നിന്ന് ആരും അപകരിക്കുകയില്ല.
ഓ വിമല ഹതല ഘടകത്തിയം ധന നിന്നിൽ നിന്ന് ആരും അപകരിക്കാത്ത ഒരു നിയോഗത്തെ പിടിക്കാനാണ് ദൈവം ഇന്ന് മകൻ നിന്നെ വിളിച്ചത്. യേശുവിന്റെ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ. ഓ ഗ്ലോറി ടു ജീസസ് നൈം, ജീസസ് നൈം. ഓ റബ ധനാസ്തിയം ധന. നിമ്മി ജോസാന്റെ ആ നിയോഗത്തിന് ആമേൻ പറഞ്ഞു കേട്ടോ. നിമ്മി ജോസാന്റെ ആത്മേന ആ നിയോഗത്തിന് ആമേൻ പറഞ്ഞു. യേശുവിന്റെ നാമത്തിൽ ഒരു പുത്രത്വത്തിന്റെ അനോയിന്റിങ് നിങ്ങളുടെ മേൽ കിടക്കുന്നു. പുത്രത്വത്തിന്റെ അനോയിന്റിങ്ങിലേക്ക് ദൈവം നിങ്ങളെ വിളിക്കുകയാണ്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഞാൻ എങ്ങനെ ആ ദൂതൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മനെ കാണിക്കുന്നു. യോർദാന്റെ അകത്ത്, വെള്ളത്തിനകത്ത് യേശു നിൽക്കുമ്പോൾ ആമേൻ യോഹന്നാൻ പറയുന്നു, ആമേൻ സ്തോത്രം, അതെ, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്നു ദൈവത്തിന്റെ കുഞ്ഞാടെന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ ഇടയിൽ ഒരുത്തൻ നിൽക്കുന്നുണ്ട്, അവന്റെ ചെരുപ്പിന്റെ വാറയിപ്പാൻ ഞാൻ യോഗ്യനല്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പം ഒരുത്തൻ വെള്ളത്തിന്റെ അകത്തേക്ക് നടന്നു വരിക. യേശുവിൻ നാമത്തിൽ വെള്ളത്തിന്റെ നടുവിൽ അവൻ മുങ്ങി എഴുന്നേറ്റപ്പോൾ സ്വർഗം അവന്റെ മുമ്പിൽ തുറക്കപ്പെട്ടു. യേശുവിന്റെ നാമത്തിൽ സ്വർഗം തുറക്കപ്പെട്ടു. സ്വർഗം തുറക്കപ്പെട്ടിട്ട് അവൻ ഒരു ശബ്ദം കേൾക്കുക, നീ എന്റെ പ്രിയ പുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ കുഞ്ഞാണെന്ന് ദൈവം പറയുന്നത് സാക്ഷ്യപ്പെടുത്തുന്നത് വലിയ ഭാഗ്യമാണ്. എന്നോട് ദൈവം പറഞ്ഞ ഒരു തേജസ് രാവിലെ നിനക്ക് വേണ്ടി വെളിപ്പെടുകയാണ്. In the name of Jesus. ആ വചനത്തിന്റെ അധികാരം ഇന്ന് ആ റൂമിൽ വ്യാപരിക്കപ്പെടും. ഹോ രാമ ശബ്ദന ഉടകമന ഹത്തുന ജഗത്കമന. യേശു എന്റെ പിതാവെന്ന് പറയാൻ നിങ്ങൾക്ക് ദൈവം തന്ന ഭാഗ്യം വലുതാണ്. എന്നാൽ ഗിദെയോനെ പോലെ പലപ്പോഴും നീ ചോദിക്കാറുണ്ട്, ദൈവമേ നീ എന്റെ കൂടെ ഉണ്ടെങ്കിൽ എന്ത് ഇത് സംഭവിക്കും? മിദ്യാന്യർ ഗിദെയോന്റെ സാമൻ സകല നന്മകളും ഒതുക്കി വെക്കുമ്പോ ഗിദെയോൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ആമേൻ, എന്തുകൊണ്ടാ ദൈവം എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഇതൊക്കെ സംഭവിക്കുന്നത്? ദൈവത്തിന്റെ പുത്രനാണ്, പുത്രിയാണ്, ശരിയാണെങ്കിലും പലപ്പോഴും മാനസികമായി തകർന്നു പോകുന്ന, വിശ്വാസത്തെ പോലും ചോട്ടിക്കളയുന്ന നിലവാരത്തിൽ നിന്റെ ജീവിതത്തെ തടുത്തു കളയുന്ന അന്യായ ബന്ധങ്ങളുടെ ബന്ധനങ്ങളുടെ നടുവിൽ ഇതുവരെ ദൈവം പറഞ്ഞൊരു പദം ഞാൻ ഓർക്കുകയാണ്. ഗിദെയോനെ, നിന്റെ അവകാശം വിട്ടുകൊടുക്കാൻ നീ തയ്യാറല്ലേ? ഓ യേശുവിൻ നാമത്തിൽ താങ്ക് യു ലോർഡ്. അതെ 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 അതെ, യേശുവിൻ നാമത്തിൽ ഗോതമ്പിന്റെ മുന്തിരിയുടെ ചക്കിനടുക്കൽ വെച്ച് മറഞ്ഞു നിരുന്നുകൊണ്ട് തന്റെ പ്രോമിസിനെ, അധ്വാന ഫലത്തെ ആത്മാവിൽ കാത്തു സൂക്ഷിപ്പാൻ ഗിദെയോനെ അതെ നിയോഗപ്പെടുത്തിയെങ്കിൽ നിന്റെ പ്രോമിസ് വിട്ടുകൊടുക്കരുത്. നീ പിശാചിന് നിന്റെ വാഗ്ദത്തങ്ങളെ തട്ടിയെടുക്കാൻ പിശാച് വന്നാൽ നിന്റെ അഭിഷേകത്തെ നീ വിട്ടുകഴിഞ്ഞത്. അല്ലെങ്കിൽ ഒരു ദൂത് ഞാൻ ആത്മാവിൽ പറയുന്നു കേട്ടോ. കർത്താവിനോട് പറഞ്ഞു, ബന്ധങ്ങൾ വേറെ, ശുശ്രൂഷ വേറെ. സ്തോത്രം. അഭിഷേകം വിട്ടുകളിക്കും. അഭിഷേകത്തിന്റെ മുമ്പിൽ ഒന്നിന്റെ മുമ്പിലും ആമൻ സ്തോത്രം എന്ത് ചെയ്യരുത്? അടിയറ വയ്ക്കരുത്. അവൻ പണം വരും പോകും, ബന്ധം വരും പോകും, പക്ഷെ അഭിഷേകം വന്ന് പോയാൽ പിന്നെ വരത്തില്ല. അഭിഷേകത്തിന് വേണ്ടി നിൽക്കണം. എന്നോട് ദൈവം പറഞ്ഞു, മുഖം നോക്കണ്ടേ, ആമേൻ, അഭിഷേകത്തിന് വേണ്ടി നിൽക്കണം. ചിലപ്പോ ചിലര് പറയും ജാടയാണെന്നൊക്കെ പറയും, സാരമില്ല, അഭിഷേകത്തിന് വേണ്ടി നിൽക്കണം. എനിക്കറിയാം, ഞാൻ ആ റൂട്ടുകളിലേക്ക് ദൈവം എന്നോട് പറഞ്ഞു, അഭിഷേകത്തിന് വേണ്ടി നിന്നതിന്റെ പേരിൽ ഒരു പക്ഷെ ഒറ്റപ്പെടുത്താം. ദൈവകൃപയ്ക്ക് വേണ്ടി നിന്നതിന്റെ പേരിൽ, പ്രമാണത്തിന് വേണ്ടി നിന്നതിന്റെ പേരിൽ നിന്നെ മാറ്റി നിർത്താം. എന്നാൽ ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ കൈമാറുന്നു, ആമേൻ, പ്രാണൻ വിടുന്നത് വരെ നിത്യതയുടെ വെളിപ്പാടിനെ ചുമക്കണം. ഗ്രേസ് ഓഫ് ഗാഡ്. ഹോളി 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 യേശുവിന്റെ നാമത്തിൽ. കാരണം എന്നാന്ന് ചോദിച്ചാൽ, ആമേൻ, ദൈവത്തിന്റെ വചനം പറയുന്നു, പലരും ചോദിച്ചിട്ട് ലഭിക്കാത്തത്, പലരും അവൻ ചോദിച്ചിട്ടും ദൈവത്തിന് കൃപ തോന്നാത്തത് ദൈവം നിങ്ങളുടെ മേൽ പകർന്നതാണ്. എന്നോട് ദൈവം പറയുന്നു, അത് യോസഫിനെ തിരഞ്ഞെടുത്തത് പോലെ ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തതാണ്. യേശുവിൻ നാമത്തിൽ. അവന്റെ അകത്തൊരു ദർശനം ഉണ്ടായിരുന്നു, അവന്റെ ഉള്ളിൽ ഒരു വലിയ വിഷൻ ഉണ്ടായിരുന്നു. ഞാൻ നിങ്ങളെ നോക്കുമ്പോൾ ദൈവം പറഞ്ഞു, നിങ്ങളുടെ അകത്ത് ഭയങ്കര ബ്ലാക്ക് വിഷൻ നടക്കുന്നു. ഒരു വലിയ ദൈവിക വിഷൻ നിങ്ങളുടെ അകത്ത് ദൈവം പകർന്നിട്ടുണ്ട്. യേശുവിൻ നാമത്തിൽ. അപ്പോൾ തന്നെ ദൈവം പറഞ്ഞു, നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ ആ ഒരു ദർശനത്തിന്റെ ഒരു വെളിപ്പാടിന്റെ അനോയിന്റിങ് ദൈവം പകർന്നിട്ടുണ്ട്.
തന്റെ ഭക്തന്മാരെ അറിയിക്കാതെ ഒന്നും അവൻ ചെയ്യത്തില്ല കേട്ടോ. ആദ്യോട് ദൈവം പറഞ്ഞു, നിങ്ങളുടെ മേൽ ദൈവം പറഞ്ഞു ഭക്തന്മാരെ അറിയിക്കാതെ ഒന്നും ചെയ്യത്തില്ല. രാത്രിയുടെ യാമങ്ങളിൽ നിങ്ങളോട് സംസാരിക്കുന്ന ഒരു ദൈവത്തെ എനിക്കറിയാം. സ്വപ്നത്തിലൂടെയും ദർശനത്തിലൂടെയും നിങ്ങളോട് സംസാരിക്കുന്ന ഒരു ദൈവത്തെ ഞാൻ കാണുകയാണ്. ഒന്നല്ല പല പ്രാവശ്യം അനർത്ഥങ്ങളിൽ നിന്ന് വിടുവിക്കാൻ ഇടപെട്ട ഒരു ദൈവത്തെ എനിക്കറിയാം. ആമേൻ ആമേൻ. ദൈവം എന്നോട് പറയുന്നു, ഞാൻ ആത്മാവിൽ എന്നെ കാണിക്കുന്നു. അവൻ പലപ്പോഴും ക്ഷുദ്രപ്രയോഗങ്ങളെ ദൈവം നിന്നോട് സംസാരിച്ചത് എനിക്ക് ആത്മാവിൽ കാണാം. യേശുവിൻ നാമത്തിൽ മരണ പൈശാചിക മണ്ഡലം നിന്റെ വീട്ടിനകത്ത് കയറാൻ വന്നപ്പോൾ സ്വപ്നത്തിലൂടെ നീ കണ്ടത് ആത്മാവിൽ എനിക്ക് കാണാം. ഇന്ന് രാവിലെ ആത്മാവിൽ ദൈവമുണ്ട്. യേശുവിനോട് പറയുന്നു, ഇന്ന് പകലിൽ ജനങ്ങളെ വെട്ടിക്കോ. ദൈവത്തിന്റെ ജീവിതത്തിൽ പിടിച്ചോ പിടിച്ചോ പിടിച്ചോ. ഒരു ശക്തി വ്യാപരിക്കും. ആഹാ, ശക്തി. ഹോളി ഹോളി ഹോഡാബ. ഉയർത്തത്തിനെന്ന് വെല്ലുവിളിക്കുന്നതിൽ കെട്ടിപ്പോ പൊട്ടുന്നു. ചില മാനുഷിക എതിരുകൾ ഇന്ന് രാവിലെ ആത്മ വെട്ടിക്കളയും. അവിടെ തീ കത്തുന്നു, തീ കത്തുന്നു, തീ കത്തുന്നു. യേശുവിൻ നാമത്തിൽ നിന്റെ ദൂതിനെ ഡിലേ ചെയ്യുന്നതിന് ആ ഇരുട്ടിന്റെ ആധിപത്യം, നീ പ്രാപിക്കേണ്ട അനോയിന്റിങ്ങിനെ, നീ പ്രാപിക്കേണ്ട ദൈവശബ്ദത്തെ ഡിലേ ആക്കി കളയുന്ന ചിലതിനെ ഇന്ന് ദൈവം വെട്ടുക. സ്വീകരിച്ചോ. ഇന്ന് നിവർത്തിയാണ്. യേശു ആ പുസ്തകം മടക്കി വെച്ചിട്ട് പറഞ്ഞു നിവർത്തിയാണ്. ഞാൻ ആത്മാവിൽ പറയുന്നു നിവർത്തിയാണ്. യേശുവിൻ നാമത്തിൽ അത് വെട്ടി തുറക്കുകയാണ്. ഗിദെയോനു ദൈവം പറയുന്നു, ഗിദെയോൻ പറയുന്നു, എന്താ ദൈവം ഇങ്ങനെ? കർത്താവ് പറഞ്ഞു, മോനെ സാരമില്ല, നീ ഈ ബലത്തോടെ പോകുക. എത്ര പേര് ഇത് രാവിലെ ആമേൻ പറയും? ഈ ബലത്തോടെ പോകുക. ഗിദെയോനെ കൊണ്ട് ദൈവത്തിന് ചിലത് ചെയ്യാനുണ്ടായിരുന്നെങ്കിൽ, ഗിദെയോൻ ചെന്നപ്പോ തന്നെ ലോകം പറയുന്നു അതാ ഒരു യവത്തപ്പ് ഉരുട്ട് വരിക. നിങ്ങളുടെ വീട്ടിലെ യവത്തപ്പ് നിങ്ങളാ. യവത്തപ്പത്തിൽ ഒരു കെട്ടിടം തകർക്കാൻ പറ്റുമോ? തകർക്കാൻ പറ്റും. യേശുവിന്റെ നാമത്തിൽ ഒരു അഭിഷേകമാണ്. ഒരു ഭയങ്കര ശക്തി നിങ്ങളെ തൊടുന്നല്ലോ. എനിക്കറിയാം നിങ്ങൾ ആയിരിക്കുന്ന റൂമിൽ ചിലരോട് ദൈവം പറഞ്ഞ് ഭയങ്കര ശക്തമേറിയ നിയോഗങ്ങൾ, ചിലരുടെ ശരീരത്തിന് ശക്തമായ അഭിഷേകം ജനിക്കുന്ന ഒരു സമയമാണിത്. ഈ പ്രഭാതത്തിൽ ദൈവാത്മ പറയുന്നു ശക്തമായ അഭിഷേകം. നിമ്യാനി പിടിച്ചോ. ശക്തി. ഹോളി മാസ്റ്റർ ഈ നിമിഷം ഒരു ഭയങ്കര ദൈവശക്തി ഇപ്പോൾ ആദ്യം തൊടുന്നു. ജീവൻ ഞാൻ കാണുന്നത് ഇങ്ങനെയാണ്. യോർദാന്റെ കരയിൽ യേശു നിൽക്കുക. ആർക്കും മനസ്സിലായില്ല ആരാണ് യേശു. പക്ഷെ യേശു അവിടെ നിൽക്കുമ്പോ യോഹന്നാൻ പറയുന്നു, ഒരു ശബ്ദം കേൾക്കുക. യേശു, നീ എന്റെ പ്രിയ പുത്രൻ, നിന്നിൽ ഞാൻ. എന്നോട് ദൈവം പറഞ്ഞു, ഈ തലമുറയിൽ പുത്രത്വം ചുമക്കാനാ നിന്നെ വിളിച്ച്. നീ അടിമയല്ല, നീ അവകാശിയാണ്. എത്ര പേര് ആമേൻ പറയും? ഹല്ലേലൂയ. എനിക്കറിയാം നല്ലതുപോലെ ആമേൻ ഉപദേശം പറയാൻ അറിയാം. പക്ഷെ ഇന്ന് പകൽ അതെല്ലാം ഉണ്ട്. പക്ഷെ ഇന്ന് രാവിലെ ആഗ്രഹിക്കുന്ന ഹൃദയങ്ങളോട് ദൈവം പറയുക, നീ ആത്മനിയോഗത്തിന് അടുത്ത നിയോഗത്തിലേക്ക് കയറാനാ ദൈവം നിന്നെ വിളിച്ച്. 2026 നീ സ്റ്റെപ്പ് വെക്കുന്നത് ഹോളി സ്പിരിറ്റിന്റെ കൂടെ ആയിരിക്കും. അതെ അതെ അതെ, ഹോളി സ്പിരിറ്റിനോട് കൂടെ ആമേൻ സ്റ്റെപ്പ് വെക്കാൻ പോവുകയാണ്. നീ നിൽക്കുമ്പോൾ ദുരാത്മാക്കൾ വറയ്ക്കുന്ന ഒരു ആത്മമണ്ഡലത്തെ എന്നെ ദൈവം കാണിക്കുന്നു. അന്തരീക്ഷം നീ നിൽക്കുമ്പോൾ ഉണ്ടാകും. ആന്റി ആ ദൂതാമേൻ പറഞ്ഞു, അന്തരീക്ഷം നിൽക്കുമ്പോൾ ഉണ്ടാകുമെന്ന്. പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കുന്ന സഭയ്ക്കകത്ത് അന്തരീക്ഷം വെളിപ്പെട്ടു വരും. നിങ്ങൾ കൈവച്ചാൽ അഭിഷേകം വ്യാപരിക്കും. നിങ്ങളുടെ അടുത്തിരിക്കുന്നവർ അഭിഷേകം ധരിക്കും. വിശ്വസിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നോട് ദൈവം പറഞ്ഞു, അടുത്തിരിക്കുന്നവന്റെ മേൽ പകരുന്ന ഒരു അനോയിന്റിങ്ങിനാ ദൈവം നിന്നെ വിളിച്ച്. ഒരു പകർച്ച നിനക്ക് വേണ്ടി ദൈവം ചെയ്യാൻ പോവുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പിതാവ്, നീ അത് ചെയ്തതിനാ നന്ദി. ജീസസ്.
ഞാൻ വാക്കുകൾക്ക് വിരാമം കുറിക്കുക. യേശുവിൻ നാമത്തിൽ ഹല്ലേലൂയ. പ്രഭാതമാണല്ലോ, രാത്രിയാണെങ്കിൽ കുറച്ച് സമയം കണ്ടിരിക്കായിരുന്നു. രാവിലെ വിവിധ ഇടങ്ങളിൽ ജോലിക്കൊക്കെ പോകേണ്ടവരായിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് ഇന്ന് രാവിലെ ആത്മാവ് ഞാൻ കൈമാറുന്നു. പ്രിയരെ, ആമൻ സ്തോത്രം. ദൈവത്തിന്റെ വചനം പറഞ്ഞു, 2 കാര്യങ്ങൾ പറഞ്ഞ് എന്റെ വാക്കൊക്കെ നിർത്തുക. ആമൻ സ്തോത്രം. ദൈവത്തിന്റെ വചനം പറഞ്ഞു, അതേ അവൻ പെട്ടകത്തിലുള്ളവനെ ദൈവം ഓർത്തു കേട്ടോ. നീതിക്കകത്ത് നിൽക്കുന്നവനെ ദൈവം ഓർത്തെന്ന്. നീതിക്കകത്ത് നിൽക്കുന്നവനെ ദൈവം ഓർത്തു. ദൈവകൃപയ്ക്ക് വേണ്ടി വില കൊടുത്തവനെ ദൈവം ഓർത്തു. ചില്ലറ പ്രതിസന്ധിയല്ല നോഹ കണ്ടത്. ആരും അവന്റെ വാക്ക് കേൾക്കാനില്ലായിരുന്നു. അവൻ വിലയെ മനസ്സിലാക്കാൻ ആരും ഇല്ലായിരുന്നു. പക്ഷെ ദൈവം അവനെ ഓർത്തു. അവനെ അവൻ പർവ്വതത്തിന് ഉറപ്പിച്ചു. കഴിഞ്ഞാൽ ഇന്ന് പകൽ ഈ ദൂതിനെ സ്വീകരിച്ചോളൂ. ഉറപ്പിക്കുന്ന ഒരു ദൈവമാണ് എന്റെ ദൈവം. എന്റെ ദൂതുകളെ ഉറപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. വാക്യം വായിച്ചപ്പോ തന്നെ എന്നോട് ദൈവം ഇടപെട്ടതാണ്. വാ, ഉറപ്പിച്ചിരുന്നു, എന്നെ ഉറപ്പിക്കാൻ പോവാന്ന് പറഞ്ഞു. യേശുവിൻ നാമത്തിൽ ഹല്ലേലൂയ. ഞാൻ വേഗം മടങ്ങി വരട്ടെ. 2 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ ആമേൻ മീറ്റിംഗ് നിർത്താൻ പോവാണ്. യോശുവയുടെ പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് വരാം. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്. അവർ നിമിത്തമാണ്, ആമേൻ സ്തോത്രം, അവർ യോശുവ നിമിത്തം യെരിഹോവിനെ അവർ അടച്ചുപൂട്ടി. ഞാൻ 2 ചിന്തകളല്ല ചിന്തിപ്പിച്ച ഭാഗം. ഒന്ന്, നിന്റെ മേൽ ഒരു ദൈവപ്രവൃത്തി ഉണ്ടെങ്കിൽ ശത്രു നിന്റെ മുമ്പിൽ പല തടസ്സങ്ങൾ കൊണ്ടിടും. ഹല്ലേലൂയ. അവൻ മോശയുടെ മുമ്പിൽ, ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ അവരുടെ വാഗ്ദത്തം കണ്ടിട്ട് ബുദ്ധിയോടെയാണ് പെരുമാറിയത്. കേട്ടില്ല? നിങ്ങൾ എത്ര പേരുണ്ട്? അവരുടെ വാഗ്ദത്തത്തിന്റെ സമയമായപ്പോ ബുദ്ധിയോടെയാ പറവൻ ചെന്ന് പെരുമാറിയത്. ഹല്ലേലൂയ. എലീശ ദൈവിക പദ്ധതിക്ക് വേണ്ടി നിന്നപ്പോൾ എലീശയെ വളഞ്ഞു. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. എന്ന എലീശയുടെ മേലുള്ള അഭിഷേകം ആ വളഞ്ഞു നിന്നതിനെ പൊട്ടിച്ചു കളഞ്ഞു. അരാം സൈന്യം എലീശയ്ക്ക് എതിരെ, ഇസ്രായേൽ മക്കൾക്കെതിരെ പദ്ധതി തയ്യാറാക്കിയപ്പം എലീശ അത് വീട്ടിൽ നിന്ന് പിടിച്ചു. അങ്ങനെ ആയിരിക്കണം കേട്ടോ. നമ്മൾ വീട്ടിലിരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ ദൂത് പറയാറുണ്ട്, സംസാരിക്കുമ്പോഴേ ദൂത് പറയാറുണ്ട്. ആമേൻ. ചുമ്മാ വായിത്തോന്ന് പറയുമല്ല, കറക്റ്റ് ദൂത് ദൈവം പറയാറുണ്ട്. ഞാൻ പറഞ്ഞത്, ആമേൻ, ഇന്ന് രാവിലെ ഞാൻ ആത്മാവിൽ കൈമാറുന്നത്, ഈ തലമുറകളിൽ നീ ദൈവിക പദ്ധതിക്കകത്ത് കയറുമെന്ന് പിശാച് മനസ്സിലായ അവൻ ചവിട്ടും. നിന്നെ ഒതുക്കാൻ നോക്കും. യേശു കർത്താവ് രാജാവായിട്ട് എഴുന്നേറ്റപ്പോൾ ഹേരോദ് അവനെതിരെ എഴുന്നേറ്റു. എന്ന തമ്പുരാൻ അവിടെ നിന്ന് യേശുവിനെ മാറ്റി. എത്ര പേര് ആമേൻ പറയും? ഹല്ലേലൂയ. യേശുവിൻ നാമത്തിൽ വാഗ്ദത്തമുള്ളവനെ പൂട്ടാൻ കഴിയുകയില്ല. അവൻ മറയും, പക്ഷെ അവൻ പുറത്തേക്ക് വരും. ഹല്ലേലൂയ. വചനം പറഞ്ഞു, അവർ നിമിത്തമാണ്. ഏമൻ. അതെ, ആ ഭാഗം അവർ അടച്ചൊതുക്കിയത്. എന്തിനെന്നറിയാമോ? ഞാനത് പറഞ്ഞു നിർത്താൻ പോവാം. ആമേൻ സ്തോത്രം. അതിന്റെ അർത്ഥം, ഇവരെന്തുകൊണ്ടാണ് യെരിഹോവിനെ അടയ്ക്കാനിടയായെന്ന് അറിയാമോ? അതിന്റെ 2 കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, ഇസ്രായേൽ മക്കൾ വരുന്നത് കണ്ടപ്പോൾ ചെങ്കടൽ വറ്റിച്ചത് ഇവർ കേട്ടു. നിങ്ങൾക്ക് മനസ്സിലായെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇസ്രായേൽ മക്കള് മിസ്രൈമിൽ നിന്ന് ഇറങ്ങി വരുമ്പോ തന്നെ ചെങ്കടൽ വറ്റിയ ഭാഗം ഇവർ കേട്ടു. ചെങ്കടൽ വറ്റിയപ്പോൾ ചെങ്കടലല്ലേ വറ്റിയത്, അവർ അനങ്ങായിരിക്കും. പക്ഷേ യോർദാൻ വറ്റിയപ്പോൾ ഇവന് മനസ്സിലായി ഇവർ കയറുന്നു. കേട്ടില്ല? നിങ്ങൾക്ക് മനസ്സിലായത് എനിക്ക് അറിഞ്ഞുകൂടാ. യോർദാനും കനാനും ഈ സ്തോത്രം യെരിഹോവല്ല, ഒരു പട്ടണമാണ്, ഒരു സ്ഥലത്തോ അടുത്തുള്ള സ്ഥലങ്ങളാണ്. യോർദാന്റെ വെള്ളം യോശുവ വറ്റിച്ചു കഴിഞ്ഞപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇനി അടുത്തത് യെരിഹോവിലേക്ക് വരും. നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ആമേൻ. യോർദാൻ എന്ന് പറഞ്ഞാൽ മരണമാണ്, മരണത്തിന്റെ യോർദാൻ. ആ യോർദാനകത്താ യേശു അവൻ ജീവനോടെ എഴുന്നേറ്റ് നിന്നത്. ആ യോർദാന്റെ മുമ്പിലാ മരണമാണ് യോർദാനെങ്കിൽ യേശു യോർദാൻ നിൽക്കുമ്പോൾ അവൻ ജീവനാണ്. ആമേൻ, ആമേൻ. യോർദാൻ യേശു സ്നാനപ്പെട്ടപ്പോൾ മരണം മാറി ജീവൻ വന്നു. നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്കറിയില്ല. മരണത്തിന്റെ അത് ഒഴുക്കാണ് യോർദാനെങ്കിൽ, യേശു ജീവന്റെ ഒഴുക്കാണ്. യേശുവിന്റെ നാമത്തിൽ രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ പൈതലോട് ഞാൻ പറയാം, നീ എന്ത് കൃപയ്ക്കകത്ത് കയറിയോ അന്ന് മുതൽ അവൻ അറിയാം നീ സാധാരണ സകല പദ്ധതികളെ പൊളിക്കുമെന്ന്. യേശുവിന്റെ നാമത്തിൽ ഞാൻ ആ ഭാഗം മനസ്സിലാക്കിയത് ഇങ്ങനെയാണ്. 2 ചിന്തകളാണ്. എനിക്കറിയാം സമയം മുന്നോട്ട് ഒത്തിരി കടന്നുപോയി. 1 മിനിറ്റ് കൂടെ ഞാൻ ചോദിക്കുകയാണ്. 1 മിനിറ്റ് എടുക്കത്തുള്ളൂ. അത് പറഞ്ഞ് ഞാൻ കൺക്ലൂഷൻ ചെയ്യും. കേട്ടോ അച്ഛാ, ദയവായി എന്നോട് ക്ഷമിക്കണം. എനിക്കറിയാം 1 മിനിറ്റ് കൂടെ ഞാൻ എടുത്ത അതൊന്ന് കൺക്ലൂഷൻ ചെയ്ത് നിർത്തണം. അവൻ യോർദാൻ വറ്റിയപ്പോൾ അവർക്ക് മനസ്സിലായി, യോർദാൻ വറ്റിയെങ്കിൽ ഇനി യെരിഹോവിനെ ഇവർ പിടിക്കും. യെരിഹോവിന്റെ മുമ്പിൽ എത്തുന്നതിന് മുമ്പ് ഇവർ യെരിഹോവിനെ അടച്ചു. അതിന്റെ അർത്ഥം, ഈ കനാൻ എന്ന് പറയുന്ന ഒരു വിഭാഗം അവിടെ ഉണ്ട്. കനാന്യൻ.
ഇവർ വിചാരിച്ചിരിക്കുന്നത് സൂര്യദേവനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് ഈ യോർദാൻ. ചന്ദ്രദേവനുമായിട്ടുള്ള പ്രസക്തി ഈ യോർദാനിൽ ഉണ്ടെന്ന് അവർ ചിന്തിക്കും. അപ്പൊ സൂര്യദേവന്റെ ശക്തിയാണ് യോർദാനിന്റെ അകത്തുള്ളതെന്നാണ് അവർ ചിന്തിച്ചത്. ആരാ? ഈ കനാന്റെ ആൾക്കാർ. കനാൻ ബാബിലോണ് സംസ്കാരവുമായി ബന്ധപ്പെട്ട ആളുകൾ. ഈ കനാനിന്റെ ആളുകൾ ചിന്തിച്ച ചില അന്ധവിശ്വാസങ്ങളാണ് ഈ യോർദാൻ അവരുടെ ദേവൻ എന്നാണ് അവർ ചിന്തിച്ചത്. എത്തത്താ ജയം എന്ന ദൈവമക്കളുടെ അനുഗ്രഹത്തെ മുക്കുന്നവനാണ് അവൻ. കേട്ടില്ല. അവൻ സമൃദ്ധി വരുമ്പോൾ കരകവിഞ്ഞൊഴുകും. യേശുവിൻ നാമത്തിൽ മരണത്തിന്റെ യോർദാനാണ്. യോർദാന്റെ വൻകാടുകളുണ്ട്, അവിടെ പതിയിരിപ്പുകളുള്ള സ്ഥലമാണ്. എന്നാൽ ഇന്ന് രാവിലെ ഞാൻ ആത്മാവിൽ കൈമാറുന്നത് ഈ യോർദാന്റെ മേലാണ് അഭിഷേകം ചുമക്കുന്ന, പെട്ടകം ചുമക്കുന്ന യോശുവ കാലെടുത്ത് വെച്ചത്. ഇനി ഏതൊക്കെ വിശ്വാസങ്ങളോ അവിശ്വാസങ്ങളോ നിന്റെ പട്ടണത്തിലുണ്ടെങ്കിലും വചനത്തെ ഹൃദയത്തിനകത്ത് വഹിക്കുന്ന പെട്ടകം ചുമക്കുന്നവൻ അതിനെ ഇന്ന് രാവിലെ പൊളിക്കാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ അവൻ യോർദാന്റെ കാലെടുത്ത് യോർദാനിൽ വെച്ചപ്പോൾ വചനം പറഞ്ഞ് ചിറമോടെ യോർദാൻ നിന്നെന്ന, ആർക്കും മാറിക്കൊടുക്കാത്ത യോർദാൻ, ആരുടെ മുമ്പിലും നീങ്ങാത്ത യോർദാൻ. അവൻ ദൈവനിയോഗമുള്ള പെട്ടകം ചുമക്കുന്നവന്റെ മുമ്പിൽ ഏവൻ എഴുന്നേറ്റാതെ മാറി നിന്നെങ്കിൽ ഇന്ന് പകൽ ആത്മവർത്ത വചനം കൊണ്ട് നീ വേണ്ട, വചനത്തിന് വിട്ടു. വചനത്തിന്റെ അധികാരം. ആരോട് ദൈവം പറഞ്ഞു? മരണത്തെ പൊളിക്കാൻ അധികാരം ഉണ്ടെന്നേ. മരണത്തിന്റെ ഭാഷകളെ പൊളിക്കുന്നത് വചനം. തിരിച്ചറിയില്ല. വചനം പറയുന്നു, വചനത്തെ ചുമക്കുന്നവരുണ്ടതിനകത്ത്. നീ വചനം ഒരുമിച്ച് തന്നെ മാറിയെന്ന് നീ ജീവനുണ്ടാകും. ജീവൻ. യോർദാൻ പറ്റിയപ്പോൾ എരിഹോവിനെ അറിയാം, എരിഹോവിനെ പിടിക്കും. അവരെത്തിയിരുന്ന് അറിയാമോ? എരിഹോവിനെ അടച്ചു. എന്റെ ചിന്ത അതല്ല, ഞാൻ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് എരിഹോ അടച്ചതല്ല വിഷയം. അവൻ എരിഹോവിനെ അടയ്ക്കാൻ കാരണം യോർദാനെ വെള്ളം വറ്റിയതാണ്. ഇന്ന് പകൽ നിന്റെ ചെറിയ വിഷയങ്ങളെ പോലും അവൻ അതേ നോട്ട് ചെയ്യുന്ന ഇരുട്ടിന്റെ ലോകമുണ്ടെന്ന് തിരിച്ചറിയുക. നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഒരു സംഭവിക്കുമ്പോൾ എല്ലാം തീർന്നു എന്ന് നിങ്ങൾ പറയരുത് കേട്ടോ. ഇസ്രായേൽ വിട്ടപ്പോൾ ഫറവോൻ മാറി എന്ന് ചിന്തിക്കല്ലേ. അവൻ പുറകിലുണ്ട്. അവന് വേണ്ടിയാണ് ചെങ്കടൽ ദൈവം വെച്ചിരിക്കുന്നത്. രക്തത്താൽ ജയമെടുക്കുന്നു യേശുവിൻ നാമത്തിൽ. അവൻ നിങ്ങൾ വിചാരിക്കും ഈ ഒരു രോഗശാന്തി നടന്നു, വിടുതൽ നടന്നു. തീർന്നില്ല. നിങ്ങളെ പിന്തുടരുന്ന ഇരുളിന്റെ ലോകമുണ്ട്, പാരമ്പര്യത്തിന്റെ ലോകമുണ്ട്, ദുഷ്ടന്റെ ലോകമുണ്ട്. പക്ഷേ ഒരു കാര്യം ഞാൻ വിളിച്ചു പറയാം, അവന് വേണ്ടി ദൈവം മറ്റൊന്ന് വെച്ചിട്ടുണ്ട്. അവൻ നിന്നെ പിന്തുടരുന്ന, അവനെ നോക്കിയിട്ട് മോശയോട് ദൈവം പറയുക, മോശ ഇന്ന് കണ്ട മിസ്രൈമിനെ ഒരു നാളിൽ കാണത്തവണ്ണം അതിനെ വിതയ്ക്കാൻ പോവുകയാണ്. ഈ യോശുവയോട് ദൈവം പറഞ്ഞു, ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്റെ കൂടെ ഇരിക്കും എന്ന് പറഞ്ഞാൽ മോശയുടെ മുമ്പിൽ ചെങ്കടൽ പിളർന്നെങ്കിൽ നിന്റെ മുമ്പിൽ തുറക്കുമെന്ന്. കേട്ടില്ല. നിന്റെ മുമ്പിൽ നിന്ന് അതേ അത്ഭുതം ദൈവം ചെയ്യും. തീർന്നില്ല. അടുത്ത ഭാഗം അത് നിർത്തുക. ആമേൻ. ഇവർ അടച്ചു കഴിഞ്ഞു. എന്നെ അതിശയിപ്പിച്ച കാര്യം, ഈ യോശുവ നോക്കി നിൽക്കുമ്പോ മതിലാ കാണുന്നത്. ഇസ്രായേൽ മക്കൾ മുഴുവനും മതിലാ കാണുന്നത്. ചെങ്കടൽ പിളർന്ന് കണ്ട ജനം. ആമേൻ. ഈ യോശുവ ജനറേഷന്റെ പ്രത്യേകത, അവർ വാഗ്ദത്ത നിവർത്തീകരണം കാണുന്ന തലമുറയാണ്. മരുഭൂമിക്കകത്ത് ഒത്തിരി പേർ പട്ടുപോയി. എന്നാൽ യോശുവയുടെ കൂടെ വന്ന ജനം, സ്തോത്രം, അവർ വാഗ്ദത്തത്തിന്റെ തൊട്ടടുത്ത് നിൽക്കുക. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? എരിഹോവിന് ഇത്ര പ്രാധാന്യമുള്ളതെന്ന് അറിയാമോ? എരിഹോവ് ഒരു ഡോറാണ്. എന്തിന്റെ ഡോറെന്ന് അറിയാമോ? കനാന്റെ ഡോറാണ്. കനാനാണ് വാഗ്ദത്ത ദേശം. വാഗ്ദത്ത ദേശത്തിന്റെ മുമ്പിൽ കയറി നിൽക്കുന്നത് ഈ എരിഹോവാണ്. യോർദാൻ വറ്റിയപ്പോൾ അവൻ അറിയാൻ ഇവൻ വാഗ്ദത്തം പിടിക്കും. യേശുവിന്റെ നാമത്തിൽ നിന്റെ കെട്ടുപൊട്ടപ്പോയ പിശാചിന് അറിയാം നീ കയറും. അതുകൊണ്ട് അടയ്ക്കുന്നേ. എത്തത്താ ജയം യേശുവിൻ നാമത്തിൽ. അതിനകത്തേക്ക് അവൻ കയറുമ്പോൾ തമ്പുരാൻ പറഞ്ഞു, അടച്ചതിനെ നീ നോക്കണ്ട, നിനക്ക് ഞാൻ തരും. യേശുവിന്റെ നാമത്തിൽ. ഞാനത് ചിന്തിച്ച അതിശയപ്പെട്ടു പോയി. കാരണം യോശുവയ്ക്ക് ആ ഭാഗ്യം ലഭിച്ചല്ലോ നോക്കുമ്പോഴാണ്. കാരണം നമ്മള് ഇന്ന് പോലും വിശ്വാസത്തെ ജീവിക്കുന്നവരാണ്, അല്ലേ? ശരിയാണോ? ഹല്ലേലൂയ. സ്തോത്രം. വിശ്വാസത്തെ ജീവിക്കുന്നവരല്ലേ? വിശ്വാസത്തെ ജീവിക്കുന്നവരല്ലേ? അവൻ യേശുക്രിസ്തു ക്രൂശി ചെയ്തതിനെ പ്രാപിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഓടുന്നത്. യേശു ക്രൂശിൽ എല്ലാം നിവർത്തീകരിച്ചെന്ന ബൈബിൾ പറയുന്നു. നമുക്ക് വേണ്ടിയുള്ളതെല്ലാം
യേശു ക്രൂശിൽ നിവർത്തീകരിക്കുന്നു. എന്നാൽ യോശുവയോട് ദൈവം പറയും, നിനക്ക് വേണ്ടിയുള്ളത് ഞാൻ ചെയ്യുന്നു. ഞാൻ ആ ഭാഗം ഓർത്ത് ഭയങ്കര സന്തോഷിച്ചു. കാരണം അവിടെ വെച്ച് ആമൻ യോശുവയുടെ ദൈവം പറഞ്ഞു, നീ കാണുന്നത് യെരിഹോവിന്റെ മതിലാണ്, പക്ഷെ നിന്റെ മുമ്പിൽ ഞാൻ ഈ പട്ടണം തന്നിരിക്കുന്നു. തരുമെന്നല്ല, തന്നിരിക്കും. നിങ്ങൾ ആ പദം വായിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവം അതിനെ പൊളിച്ചെന്നാണ് അതിനർത്ഥം. ഇനി അതിനെ സ്വീകരിച്ചാൽ മതി. അല്ലെങ്കിൽ സ്തുതിക്കുന്നവന്റെ മുമ്പിൽ പെട്ടവൻ പട്ടണത്തിന് മതിന് തകരുമോ? ഗ്രേസ് ഓഫ് ഗാഡ്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയനോട് ഞാൻ ആത്മാവിൽ കൈമാറാം. നിന്റെ കുടുംബത്തിന് വേണ്ടിയുള്ളത്, നിനക്ക് വേണ്ടിയുള്ളത്, നിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ളത് ഓൾറെഡി ദൈവം വെച്ചിട്ടുണ്ട്. ഞാനിത് കയറിയപ്പോൾ ആരോട് ദൈവം പറഞ്ഞൊരു ദൂതിപ്പം ഞാൻ പറയുക, ഇരമ്യാവ് എന്ന് പറയുന്ന ഒരു പ്രവാചകന്റെ അടുക്കലേക്ക് ദൈവം വന്നിട്ട് പറയുന്നു, ഇരമ്യാവ് നീ ബാലൻ എന്ന് പറയുന്നു. അതെന്താ കാര്യം? കർത്താവ് പറഞ്ഞു, നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്ന ഞാൻ നിന്നെ കണ്ടത്. ഓ രക്തത്താ ജയം. ചിലതിനെ പൊളിക്കാൻ, ചിലതിനെ തകർക്കാൻ, ചിലതിനെ പണിയാൻ ഞാൻ നിന്നെ പ്രവാചകനായി അഭിഷേകിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇരമ്യാവ് അറിഞ്ഞത് വർഷങ്ങൾ കഴിഞ്ഞ, പക്ഷെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുമ്പോൾ ഇവൻ പ്രവാചകനായിരുന്നു. കേട്ടില്ല? നിങ്ങൾ മനസ്സിലാക്കുന്ന എത്ര പേരുണ്ട്? അവൻ ഇവനെ കുറിച്ചുള്ള നിർണയം അതായിരുന്നു. അവൻ പുറത്തേക്ക് വന്നപ്പോൾ ദൈവം പറയുന്നു, നീ പ്രവാചകനാ, നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് ഞാൻ നിന്നെ കണ്ടു എന്ന് പറഞ്ഞാൽ നീ പിണ്ടാകാരമായിരിക്കുന്നതിന് മുമ്പേ ദൈവം നിന്നെ കണ്ടെന്ന് പറഞ്ഞാൽ എത്ര പേരാമൻ പറയും? അങ്ങനെ ഒരു നിയോഗത്തിന് മുന്നിൽ നിന്നാൽ ഇന്ന് പിശാചി പറഞ്ഞ ചെറിയ തന്ത്രങ്ങളുടെ മുമ്പ് നീ പേടിക്കരുത്. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ, ലോക സ്ഥാപനത്തിന് മുമ്പേ നിന്റെ നിയോഗം. ഓ രാമ, അവന്റെ മുമ്പിൽ അസാധ്യതകളില്ല, അവന്റെ മുമ്പിൽ സാധ്യമാണ്. അതിനുവേണ്ടി ദൈവം നമ്മെ വിളിക്കുകയാണ്. യേശു ക്രൂശിൽ നിങ്ങൾക്ക് വേണ്ടി സകലതും ചെയ്തു. അത് പ്രാപിക്കാൻ ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നു. അത് വിശ്വസിക്കുക, വിശ്വാസത്തെ സ്വീകരിക്കുക, ആ ദൈവ നിയോഗത്തിനകത്ത് കയറുക, ആ നിത്യതയ്ക്ക് വേണ്ടി ഓടുക. സ്വർഗത്തിന് മുമ്പിൽ നമ്മൾ ഓടുമ്പോൾ നിത്യത നമ്മൾ ആരും കണ്ടിട്ടില്ല, പക്ഷെ വിശ്വാസത്താൽ നമ്മൾ കാലെടുത്ത് വെക്കുകയാണ്. യേശുവിനെ മുഖാമുഖമായി കാണുമെന്നുള്ള പ്രത്യാശയാൽ ദൈവം നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. അതെ, യെരിഹോവൻ അവർ അടച്ചു, പക്ഷെ ദൈവം പറഞ്ഞു, ഞാൻ നിനക്ക് തന്നിരിക്കുകയാണ്. ദൈവം തന്നെന്ന് പറഞ്ഞാൽ പിന്നെ ആരൊക്കെ അടച്ചാലും അതിനകത്ത് നീ ഭയപ്പെടരുത്. ദൈവം തന്നാൽ അത് നമ്മുടെ മേൽ സ്വീകരിക്കാം. നാം തയ്യാറാകുക, നമ്മെ ഒരുക്കുക, വിധേയപ്പെടുക, നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കുക, വിശുദ്ധ ജീവിതം കാത്തു സൂക്ഷിക്കുക. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. എനിക്ക് സമയം അനുവദിച്ച കർത്താവിന്റെ ദാസനോടും എന്നെ ഇതിലേക്ക് ക്ഷണിച്ച ഈ ബഹുമാന്യ ദാസിയോടുള്ള നന്ദിയെ ഞാൻ അറിയിക്കുന്നു. ദൈവം നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തീയ